ദൈവത്തിന്റെ അതിപരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിലെ സ്വർഗത്തിലെ കർത്താവ് എന്ന പകല് നമുക്കായി തന്ന ആ ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്ന് 2026 അമികാലയ 1-ാം മാസത്തിന്റെ 2-ാം ഞായറാഴ്ചയാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. ഈ ഞായറാഴ്ച ദൈവം നമ്മളെ ദൈവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അനേകം പദ്ധതികൾ, ദൈവത്തിന്റെ അനേകം ദൂതുകൾ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നിവർത്തിയാക്കി തരുവാൻ, ബ്ലസ് ചെയ്യാൻ ദൈവം നമ്മുടെ പകൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ബ്ലെസ്സിങ് പ്രാപിക്കാൻ ഇരിക്കുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായി ആര് ബ്ലസ് ചെയ്യും? ദൈവം നമ്മളെ ബ്ലസ് ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. ഓരോ ദിവസവും ഓരോ ആഴ്ചകളിലും നമ്മുടെ സഭയിൽ വരുമ്പോൾ, സഭയ്ക്കകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എരിവ് കൂടണം. എരിവ് കുറഞ്ഞു പോകല്ലേ? എരിവ് തീരണം, കൂടിക്കണം. സ്തോത്രം. ഇന്ന് പകൽ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഏത് നിമിഷമാണ് ദൈവം അത്ഭുതം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. നമ്മൾ ഒരുക്കത്തോടെ ക്ഷീണമില്ലാതെ ദൈവത്തിന് വില കൊടുത്തിരിക്കുന്നെങ്കിൽ മാത്രമേ ആരത്ഭുതം ചെയ്യത്തുള്ളൂ. ദൈവം അത്ഭുതം ചെയ്യത്തുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് ഞാൻ ഒരുപാട് കർത്താവിന്റെ സ്ഥലം ചെലവഴിച്ചപ്പോൾ, സ്തോത്രം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഒരു കാര്യത്തിനകത്ത് നന്ദി പറഞ്ഞു. കാര്യം പരീക്ഷയല്ല നല്ലത്, പ്രതികൂലം നല്ലത്, പ്രയാസങ്ങൾ നല്ലത്. സ്തോത്രം. ഇത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കൽ, ഇതെല്ലാം നല്ലത്. സ്തോത്രം. ദൈവം ഒരുവന് എന്തെങ്കിലും തരണമെങ്കിൽ അവരുടെ പ്രാപ്തി അനുസരിച്ച് ദൈവം തരത്തുള്ളൂ. ചുമ്മാ ഒന്നും ദൈവം തരത്തില്ല. ദൈവം തരണമെങ്കിൽ എന്ത് ചെയ്യണം? അവന് പ്രാപ്തി ഉണ്ടാവണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ വാക്കും അത് തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും നമ്മളോട് ദൈവം പറഞ്ഞൊരു വാക്കും ഒരിക്കലും ദൈവം മാറത്തില്ല. ദൈവം കേൾക്കാതെ പോകത്തില്ല. നമ്മളെ പ്രാർത്ഥനയുടെ ഒരു വാക്ക് പോലും കേൾക്കാതെ പോകത്തില്ല. 1. 2, നമ്മളോട് ദൈവം പറയുന്ന ഒരു വാക്ക് പോലും ദൈവം എന്ത് ചെയ്യത്തില്ല, പാലിക്കാതെ പോകത്തില്ല. ദൈവം തരണം ചെയ്യണം. നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഒന്നുകൂടി റെഡിയാക്കി എടുക്കണം. ഞാൻ ഒരു ഡൗട്ട് പറയുന്നത്, ഇന്ന് പാടി ആരാധിച്ചപ്പോൾ 2ാമത്തെ പാടെല്ലാം പാടിയപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ അതിന്റെ വരികളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. പഴയ പിതാക്കന്മാർ എഴുതിയ വരികളെല്ലാം ശ്രദ്ധിക്കണം. പഴയ പിതാക്കന്മാർ ഇന്നത്തെ പാട്ടിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അന്നത്തെ പിതാക്കന്മാർ എഴുതിയ ഓരോ പാട്ടിന്റെ വരികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് പാടി പോവുക, ശ്രദ്ധിച്ചു പോവുക. പക്ഷെ ആ വരികളോടൊന്ന് ശ്രദ്ധിച്ച് ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തൊന്ന് പാടി പോകണം. കാര്യം എന്തുവാ? അവർ അനുഭവത്തിൽ എഴുതിയ പാട്ടുകൾ അല്ല, ചുമ്മാ അവര് ഭയങ്കര സന്തോഷത്തിൽ ഇരുന്നപ്പോൾ എഴുതിയ പാട്ടല്ല. ഇന്നെന്ത് പറഞ്ഞേ? രോഗം വന്ന എന്റെ ശരീരത്തെ സ്തോത്രം ക്ഷയിച്ചു പോയാലും അങ്ങ് വരുമ്പോൾ ആ ശേഷിപ്പ് മാറ്റി ഉണർവോട് കൊണ്ടുവരില്ല എന്റെ ദേഹത്തെ. സ്തോത്രം. ആ ഭക്തൻ, അത് ദൈവത്തിന്റെ ഭക്തൻ എഴുതിയ പാട്ടിന്റെ വരിക, അത് ഓരോ വരികൾ ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ഓരോ പാട്ടുകൾ എനിക്ക് മനസ്സിലായി ഭക്തന്മാർ എഴുതിയത് സങ്കടത്തിനകത്താണ്, പ്രയാസം. അയ്യോ, അന്ന് അത്രയും വലിയൊരു ഭക്തനായിട്ട് അദ്ദേഹത്തിന് രോഗമില്ലാതിരുന്നു. രോഗമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാൻ ദൈവത്തോട് ഓർക്കും, കർത്താവേ, 10-13 വർഷത്തിന് മുമ്പേ ഈ സഭയെ ആരംഭിച്ചു. അതിനു മുമ്പ് ദൈവം വിളിച്ചു വേർതിരിച്ചു. കൊല്ലങ്ങൾക്ക് മുമ്പേ ദൈവം വിളിച്ചു വേർതിരിച്ചു. പല വഴി കൂടെ ഓടിച്ച് ദൈവം കൊണ്ടുവന്ന് 13 വർഷത്തോളമായി സഭ ഓടിക്കാൻ തുടങ്ങി. ദൂതുകൾ കിടക്കുക. ഞാൻ പലപ്പോഴും ദൈവത്തോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം എന്നെ വാർച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ചിലതൊന്നും എന്നെ ഏൽപ്പിക്കാൻ നല്ലതാണ്. കാര്യം എന്തുവാ? പ്രാപ്തിയായിട്ട് തന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിഗളിയായി എന്റെ പ്രാപ്തി അനുസരിച്ച് എന്റെ ദൈവം എനിക്ക് തരാവും. അതിനകത്ത് ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. എന്റെ ദൈവം തരാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. എത്ര നാളായാലും എന്റെ കുടുംബത്തിനകത്ത് ദൈവം തരാൻ, എന്റെ സഭയ്ക്കകത്ത് ദൈവം തരാൻ, ദൈവമക്കൾക്ക് തരാൻ എല്ലാം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. കാര്യം എന്തുവാ? നിഗളിയായി. പെട്ടെന്ന് ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ചിലതെല്ലാം തന്നു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ നിഗളിയോടെ കൂടെ ആര് നിൽക്കത്തില്ല? ദൈവം നിൽക്കത്തില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ നിഗളികളാണ് നമ്മളെ ചുറ്റുവട്ടമുള്ളത്.
ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തെ അറിയാത്തവരായ എല്ലാം അഹംഭാവവും അഹങ്കാരവുമാണ് ഏറ്റവും കൂടുതൽ അവരെ ചെയ്യുന്നത്, വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലയോ? അവരെ ഏറ്റവും കൂടുതൽ അമിസ്തോത്രം തല ഉയർത്തി പ്രശംസിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം നിഗളം അവരുടെ ഉള്ളിൽ കിടക്കുന്നു. ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിഗളിയോടുകൂടെ ആര് കാണത്തില്ല. 10 ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മൾ 11ാമത്തെ ദിവസം നമ്മൾ എണ്ണിച്ച് പറയും, ഞാൻ ഭയങ്കര പ്രാർത്ഥനാകാര്യമാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രാർത്ഥനാകാരിയാണ്. ഇല്ലയോ? സ്തോത്രം. നമ്മളവിടെ കണക്ക് പറയാൻ തുടങ്ങും. 10 ദിവസം പ്രാർത്ഥിച്ചിരിക്കും. സ്തോത്രം. 10 ദിവസം രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറയും? കണക്ക് പറയാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ദൈവവുമായിട്ട് അടുക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ പഴയ ഭക്തന്മാരുടെ പാട്ടുകളിലെല്ലാം അവര് തന്നെ അവരുടെ പാവത്തെ ഏറ്റു പറയുന്നു. ഇന്നത്തെ അവർക്ക് പാവം പറയുന്നത് ഇഷ്ടമല്ല. പാവത്തെ ഏറ്റു പറയുന്നതോ കുറവുകളെ ഏറ്റു പറയുന്നതൊന്നും അവർക്ക് എന്തില്ല, ഇഷ്ടമല്ല. അവരുടെ കുറവുകളെ ഏറ്റു പറയുന്നവർക്ക് ഇഷ്ടമല്ല, പാവത്തെ ഏറ്റു പറയുന്നത് ഇഷ്ടമല്ല. എല്ലാം എന്ത് ചെയ്തോണം? ദൈവം തന്നോ. പാവത്തെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല, ദൈവം തന്നോ. ഈ സ്വഭാവത്തിൽ തന്നോ. ഒരിക്കലും ദൈവമക്കളെ ഈ സ്വഭാവത്തിൽ തരത്തില്ല. ഈ സ്വഭാവം മാറാതെ ആര് തരത്തില്ല? അനുഗ്രഹങ്ങൾ തരത്തില്ല. സ്വഭാവം മാറാൻ വേണ്ടിയാ ചില ശോധനകളും പരീക്ഷണങ്ങളും സാവധാനം സമയം കിടക്കുന്നതെല്ലാം നമ്മളെ ഒന്ന് മാറ്റി കഴുകാൻ നമ്മളൊന്ന് ഏറ്റു പറഞ്ഞു നോക്ക്. ദൈവസ്ഥനെ എന്നും പ്രാർത്ഥിക്കുമ്പോഴേ എന്റെ പ്രാർത്ഥന ഞാൻ എന്നും ഏറ്റു പറയാറുണ്ട്. ഏറ്റു പറച്ച കർത്താവിന്റെ സന്നി എന്നെ തന്നെ എന്നും കഴിയുക, എനിക്ക് ശുദ്ധീകരിക്കുക. ചെയ്യുന്ന കാര്യം എന്തുവാ? എനിക്ക് നല്ലോണം അറിയാം, ഞാൻ യോഗ്യനല്ല. പലതിനും ഞാൻ യോഗ്യനല്ല. 2026 ഈ ജനുവരി മാസം 2ാം ആഴ്ചക്കകത്ത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ദൈവസ്ഥനെ പറയുന്നുണ്ട്, ഞാൻ ഇതിന് യോഗ്യനല്ല. ദൈവം നൽകിയ വലിയ അഡ്വാൻസ് അല്ലാതെ ദൈവം നൽകിയ ഭാഗ്യമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. ദൈവമക്കളെ, ഒരു കരച്ചിലും ഒരു ഏറ്റുപറച്ചിലും ഡെയിലി നല്ലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലേ ആ ദൈവത്തിന്റെ നന്മയെ അനുഗ്രഹം ആര് തരത്തുള്ളൂ? ദൈവം സംസാരിക്കുന്നു. അതുകൊണ്ടാ രോഗമായി കിടക്കുമ്പോഴും പ്രതികൂലമായി കിടക്കുമ്പോൾ ചില പാട്ടിന്റെ വരികളെല്ലാം അങ്ങോട്ട് പാടുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഉണർവ് ഉണ്ടാവുന്നത്. കാര്യം എന്തുവാ? ആ രീതിയിൽ എഴുതിയ, അന്ന് ദൈവത്തെ കണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന, ദൈവത്തിന്റെ തേജസ്സാൽ എഴുതിയ വരികളായോണ്ട് അതിനെന്തുണ്ട്? ഒരു ജീവനുള്ളത്. ഇന്ന് പകല് സ്തോത്രമാകലെ ദൈവത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ദിവസത്തിൽ ഇരിക്കുന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് ഇരുന്ന് ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിനകത്തുള്ള ചില പാവങ്ങളെല്ലാം വിട്ടുമാറി നമ്മളെ തന്നെ എന്ത് ചെയ്യും? ഒന്ന് ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ചില വാക്തത്വം ദൂതും നന്മയും എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപിക്കാൻ പറ്റും. ഇന്ന് ഇങ്ങനെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നതൊന്നും ചിലർക്ക് ഇഷ്ടമല്ല. ചില സഭകൾക്ക്, ചില ദൈവമക്കൾക്കൊന്നും ഇഷ്ടമല്ല. എല്ലാവർക്കും അനുഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹപ്പെടും, ഇങ്ങനെ കിട്ടുമെന്നെല്ലാം പറഞ്ഞാൽ മതി. ഭയങ്കര സ്നേഹം. സ്തോത്രം. പാപത്തെ കുറവുകളെ ഏറ്റു പറയുന്നത് ഇഷ്ടക്കുറവ്. സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് തരുന്നതെല്ലാം താമസിച്ചാണ്. കാര്യം എന്തുവാ? താമസിച്ച് തരുന്നത് നിലനിൽക്കും. മറ്റേതല്ല എന്ത് ചെയ്യും? സ്തോത്രം. ഇന്ന് സ്തോത്രം. പല വ്യക്തികൾക്കും ദൈവം നേരത്തെ മേടിച്ചവർക്കെല്ലാം ഇന്ന് പലപ്പോഴും പലരും പരിഹാസകോലമായിട്ട് നിൽക്കുക. അനുഗ്രഹമെല്ലാം ഉണ്ട്, പക്ഷെ പലരും പരിഹാസകോലമാവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം സ്തോത്രം. ഞാൻ ഒരു ചില സമയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ സഭയ്ക്കകത്ത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഏത് രോഗമായാലും ഏത് പ്രയാസമായാലും നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വരണം. അതിന് പറയുന്നതിന്റെ കാര്യം എന്തോ? വിടുതൽ ആരാ തരണം? കർത്താവ്. അപ്പോൾ നിങ്ങൾ ആരെടുത്താ വരേണ്ടത്? കർത്താവിന്റെ സന്നിധിയാണ്. കർത്താവിന്റെ സന്നിധി വന്നിരിക്കുന്നെങ്കിൽ നിശ്ചയമായി വിടുതൽ തരും. നേരത്തെ ഒരു വാക്യം നമ്മൾ വായിച്ചെന്തുവാ? ദൈവം തരുന്നത് ലഘുവോ? ദൈവം വലിയതല്ല തരുന്നത്. ദൈവം നമുക്ക് ചുമക്കാൻ പറ്റുന്നതേ ആര് തരത്തുള്ളൂ? ദൈവം നമുക്ക് തരുള്ളൂ. ദൈവം തരും. പക്ഷേ സ്തോത്രമാലയെ നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് ഏൽപ്പിക്കുന്നത് ഒരിക്കലും നമ്മുടെ യോഗ്യതയ്ക്ക് അപ്പുറത്തെ കാര്യങ്ങളാണ്. ആരോട് ഏൽപ്പിക്കുന്നത്? ദൈവത്തോട് യാചിക്കുന്നത്. അല്ലയോ? ദൈവം നമുക്ക് തരുന്നതല്ല എന്തുവാ? ഒരു ഭാരവും വലിയ പ്രയാസമായിട്ട് തരുന്നില്ല. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഭാരമേ തരത്തുള്ളൂ. അത് എന്തിനു വേണ്ടിയാ? ദൈവത്തോട് അടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. ദൈവസ്ഥനെ ഒന്നുകൂടെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് ദൈവസ്ഥനെ ഒന്ന് വരാൻ വേണ്ടിയാണ് കർത്താവ് ഏൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ ചില മർമ്മ, ദൈവത്തിന്റെ ചില ദൂതുകൾ, ദൈവത്തിന്റെ ചില പ്രവചനങ്ങൾ നിവർത്തിയാക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവം ഇന്ന് പകൽ ഒന്നുകൂടി ഞാൻ വിളിച്ചു പറയുക, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി
അത് നമ്മുടെ കുടുംബത്തിനകത്ത് ആര് തരും? കർത്താവ്. ദൈവം തരും. നിങ്ങൾ ദൈവസന്നിധി കൊടുക്കുന്ന വിലക്കനുസരിച്ച് ദൈവം നിശ്ചയമായി ആരെ അനുഗ്രഹിക്കും? നമ്മളെ അനുഗ്രഹിക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ എടുത്ത ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, ഇടുക്കുവാതിൽ കൂടെ കിടക്കുന്നവൻ ഭാഗ്യവാൻ, അവന് വലിയൊരു വിശാലത കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്തുവാ? കയറാൻ ഇച്ച പാടാം, പക്ഷെ കയറി കഴിഞ്ഞാൽ പിന്നെ വിശാലത. പക്ഷെ വിശാലതയുള്ള വാതിൽ കൂടെ കയറുമ്പോൾ ഇടുക്കൊന്നും കാണുന്നില്ല, ചാടി കയറുക. പക്ഷെ അകത്ത് ഭയങ്കര ഇടുക്കം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വലിയ വിശാലതയിലേക്ക്, വലിയൊരു നന്മയിലേക്കാണ്, വലിയൊരു അനുഗ്രഹത്തിലേക്കാണ്. അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എന്ത് ചെയ്യണം? തരണം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ആരെ വിശാലമായ വാതിലേക്ക് ആര് കൊണ്ടുവരുത്തുള്ളൂ? കർത്താവ് നമ്മളെ കൊണ്ടുവരുത്തുള്ളൂ. ഒരു വചനം വായിക്കാം. ആ വചനത്തിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കാം. കണ്ടോ? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. സ്തോത്രം. നിഗളിയുടെ അല്ലെങ്കിൽ നിഗളിയായി ജീവിക്കുന്നവരുടെ എല്ലാം വിധിപ്പം അല്ലേ? അങ്ങോട്ട് വിധിക്കുന്ന കാര്യം. നിങ്ങൾ വിധിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? സ്തോത്രം. നമ്മൾ ആരെ വിധിക്കാതിരുന്നാൽ മാത്രമേ നമ്മളെ ആര് വിധിക്കാതിരിക്കത്തുള്ളൂ. ദൈവം വിധിക്കാത്തത്. ദൈവം വിധിക്കാതിരുന്നാൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റൂ. നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സഭയ്ക്കകത്ത് രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി, വിടുതൽ കിട്ടാൻ വേണ്ടി ദൈവസന്നിധി വന്നിരുന്ന് കണ്ണുനീര് ഒഴിക്കുവാണെങ്കിൽ നിശ്ചയമായി ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഭാരം ആരും എടുത്തു മാറ്റും. ദൈവം എടുത്തു മാറ്റും. ഞാൻ ആരട്ടാ വന്നത്? എന്റെ ഏത് പ്രശ്നത്തിൽ, ഈ ലോകത്തിന്റെ ഏത് വിഷയത്തിനകത്തും പരിഹാരം നൽകുന്ന യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിന്റെ ഏത് വിഷയത്തിനും പരിഹാരം നൽകേണ്ടത് ആരാ? കർത്താവ്. ആ കർത്താവ് നിശ്ചയമായി അതിനകത്ത് എന്ത് ചെയ്യും? അപ്പൊ ആ ദൈവം ഇറങ്ങി വന്ന് മറുപടി നൽകുന്ന ദൈവത്തിന്റെ ആലയത്തിനകത്തേക്ക് നീ കയറി വരുമ്പോൾ നിന്റെ ഭാരവും പ്രയാസവും സങ്കടവും എല്ലാം അവിടെ തീരും. ബാക്കി നിൽക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കാത്തതുകൊണ്ട്. ഇന്ന് ഞാൻ കയറി വന്നത്, ഇന്ന് എന്നെ ദൈവം കൊണ്ടുവന്ന് ഇവിടെ എത്തിയേക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ മഹത്വത്തിലാണ് ഞാൻ കയറി വന്നിരിക്കുന്നതെന്ന് നീ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അതെന്ത് ചെയ്യാൻ പറ്റാതെ? പൂർണ്ണതയോട് എന്ത് ചെയ്യാതെ പ്രാപിക്കാൻ പറ്റാതെ. നീ ദേവാലയത്തിനകത്ത് വരുന്ന മുമ്പേ ഏത് ഭാരമായാലും തലയനായാലും അതിനു മുമ്പേ നീ പ്രാർത്ഥിച്ചോണം. എന്ത് പ്രാർത്ഥിച്ചോണം? കർത്താവേ, ഞാൻ ദേവാലയത്തിലേക്ക് വരുന്നതിന്റെ മെയിൻ കാര്യം, ഞാൻ ദേവാലയത്തിലേക്ക് ചെല്ലാൻ പോകുന്നതിന്റെ കാര്യം, എനിക്കൊരു പൂർണ്ണ വിടുതൽ ദൈവം തരാൻ പോവുക, എന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ തരാൻ പോവുക, ദൈവത്തിന്റെ ദൂത് ഞാൻ പ്രാപിക്കാൻ പോവുക എന്ന് പൂർണ്ണ ബോധ്യത്തോടെ നീ പ്രാർത്ഥിച്ചു വരുന്ന ദൈവപൈതലാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ദൂത് പറയുക. നീ കയറി വരുമ്പോൾ തന്നെ നിന്റെ ആര് കൈവെക്കും? ഒരു തരം നിന്റെ തലവേദോടും ഒരു ചുമതലുള്ള ഒരു ശുദ്ധീകരണം നടക്കും. യേശു നിന്നെ വീട്ടിലേക്ക് നീ വിശ്വസിച്ച് വന്നിരിക്കുക. ദേവാലയത്തിനകത്തേക്ക് നീ കയറി വന്നിരിക്കുക. ദൈവജനം ഒന്നിച്ചിരുന്ന ദൈവത്തെ ആരാധിക്കുന്നിടത്തേക്ക് കയറി വന്നിരിക്കുക. നിശ്ചയമായി നിന്റെ വിഷയത്തിനകത്ത് യേശു മറുപടി തരും. അത് വിശ്വസിക്കുന്നെങ്കിൽ അത് പ്രാപിക്കാൻ പറ്റും. രോഗം മാറ്റേണ്ട സ്ഥലമാ, ക്ഷീണം മാറ്റേണ്ട സ്ഥലമാ, സാമ്പത്തിക ഞെരുക്കം മാറ്റേണ്ട സ്ഥലമാ, അവയെ വിശാലത ഒരുക്കേണ്ട സ്ഥലമാ, ജോലി തരേണ്ട സ്ഥലമാ, നന്മ തരേണ്ട സ്ഥലമാ, ഉയർത്തേണ്ട സ്ഥലമാ, നിന്ന മാറ്റേണ്ട സ്ഥലമാ, പരിഹാസം മാറ്റേണ്ട സ്ഥലമാ, അപമാനം മാറ്റേണ്ട സ്ഥലമാ, അപമാനം മാറ്റേണ്ട സ്ഥലമാ, നിന്ന മാറ്റേണ്ട ദിവസമാ, പരിഹാസം മാറ്റേണ്ട ദിവസമാ. ഇതെല്ലാം ആരെ തരേണ്ടത്? കർത്താവായ യേശുവാ. യേശുവിനെ ആരാധിക്കാൻ വേണ്ടി നീ വരുക. കഴിഞ്ഞ 6 ദിവസം അധ്വാനിച്ച 7-ാം ദിവസം അപ്പനെ ആരാധിക്കാൻ വരുക, ദിവസനെ ആരാധിക്കാൻ വരുക, ദൈവത്തിന് നന്ദി പറയാൻ വരുക. 6 ദിവസം ഈ ലോകത്തിൽ ഉണ്ടായിട്ട് പലരും ഈ ലോകത്തെ കാണാതെ മാറ്റപ്പെട്ടു പോയപ്പോൾ എനിക്ക് ആരോഗ്യ ബലവും ആയുസ് നൽകി 7-ാം ദിവസം ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ ആരാധനമേ, ആ ദൈവീക
സ്തോത്രം. പല പല സഭയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട് രോഗമാണ് വരുന്നത്. സഭയ്ക്കകത്തുള്ള അനൗൺസ്മെന്റ് എന്താ പറയുന്നത്? രോഗമാണെങ്കിൽ ഇതോട് വരല്ലേ. ചെറിയ തുമ്മലേ ഉണ്ടോ? വരണ്ട, വീട്ടിൽ ഇരുന്നോ, ഞങ്ങൾ പാർശ്വം. സ്തോത്രം. ഇവിടെ നീ ഏത് മാരരോഗം കയറി വരണമെന്നാ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഈ 2026 സ്തോത്രം വീൽ ചെയറിനകത്ത് വരും, ആംബുലൻസിനകത്ത് കൊണ്ടുവരും. അവൻ ജാതികളായിട്ടുള്ളവർ വരും, ജാതികളോളായിട്ടുള്ളവർ വരും. ദൈവത്തിന്റെ മകനെ വിളിച്ചു പറയുന്നത് പോലെ ഈ കാമി ഇവിടെ ആർപ്പിട്ടില്ലെങ്കിൽ ഈ പല്ലുകൾ ആർപ്പിടും എന്ന് പറയുന്നത് പോലെ അവരെ സ്വയമായി ദൈവജനത്തിന് വിടുതൽ പ്രാപിക്കാൻ, മറ്റവരെ വിടുതൽ കിട്ടാൻ വേണ്ടി അനേകം ജാതികളിൽ അനേകം പേർ വരും. ദൈവത്തിന്റെ വിടുതൽ പ്രാപിക്കുന്ന, ദൈവത്തിന്റെ ആശ്വാസം പ്രാപിക്കുന്ന, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ആലയമായി വിടുതൽ മത്സരത്തിന്റെ ദൈവം മാറ്റുന്നത്. ദൈവത്തിന്റെ ദൂരമുള്ള കാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ദൂര 2026 ഇത് സംഭവിക്കാൻ പോവാ. ഈ സഭയ്ക്കകത്ത് ആ ദൈവശക്തിയെ പുറത്തു വന്ന് വിടാൻ പോവാ. ആ ദൈവശക്തിയെ വിടുതൽ വെളിപ്പെടാൻ പോവാ. ക്യാൻസർ ആവട്ടെ, ഡോക്ടർമാർ എഴുതി തിരിച്ചത് എനിക്ക് അധികനാൾ കാണത്തില്ല. ആ റിസൾട്ടിനെല്ലാം വലിച്ചു കീറിക്കൊണ്ട് ദൈവത്തിന്റെ സാക്ഷികൾ ദൈവത്തിന്റെ കാലങ്ങൾ കൊണ്ട് ജീവിച്ച് രോഗസൗഖ്യത്തോടെ അവൻ അടിത്തേഷം മരുന്നുകളിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത വിടുതലുകളെ പ്രാപിച്ച് സൗഖ്യം പ്രാപിക്കുന്ന ഒരു ആലയമായി ഈ ആലയത്തെ മാറ്റുമെന്ന് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു. ആമേൻ. 2026 തീരുന്ന മുമ്പേ അത് സഭയ്ക്കകത്ത് സംഭവിക്കും. നമ്മൾ കാണും, നമ്മൾ അനുഭവിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അയാളെ പാസ്റ്റർ ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, പാസ്റ്റർ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, പാസ്റ്റർ അത്രയ്ക്ക് ദൈവത്തിന്റെ പ്രവർത്തികളുടെ വെളിപ്പെടാമെന്ന്, ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടാമെന്ന്. ക്യാൻസർ ഒരു വിഷയമല്ല ദൈവത്തിന്, എയ്ഡ്സ് ദൈവത്തിന് ഒരു വിഷയമല്ല, നിന്റെ പരിഭാരം ഒരു വിഷയമല്ല, ഡയബറ്റിക് ഒരു വിഷയമല്ല. രോഗം വെട്ടലെത്താൻ നിന്റെ ശക്തി നിന്നെ ശത്രു തകർക്കുമ്പോ ആ ശത്രുവിന്റെ തകർന്നവർക്ക് ഒരു ക്രിസ്തുവിനെ നീ ആരാധിക്കേണ്ടത്. ആ ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു സമയം അവിടെ ദൈവത്തിന് വേണ്ടുന്നത്. ആ വെളിപ്പാട് ദൈവം സഭയെ കുറിച്ച് തന്നതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് പറയുന്നത് കയറി വരാൻ പറയും. ഏത് രോഗമായാലും കയറി വരാൻ പറയും. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ്മയെ കണ്ടപ്പോഴും സ്തോത്രം, അമ്മാമ്മ എന്നോട് പറഞ്ഞതാണ്. സ്തോത്രം. എന്തു പറ്റി അമ്മാമ്മേ? തൊണ്ടവേദനയും ശരീരവേദനയുമാ, വയ്യാണ്. സ്തോത്രം. ഞാൻ അമ്മാമ കാലാവസ്ഥയുടെ പ്രശ്നമായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും പനിഭാരമല്ല കാലാവസ്ഥ. അതൊന്നുമല്ല പക്ഷേ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയപ്പോൾ വന്നത്, നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ രോഗി വരാനാണ്. സ്തോത്രം. അമ്മാമ്മ എടുത്തതായി പറയാം. അതൊന്നുമല്ല പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോയപ്പോൾ വന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആരാധന ആലയത്തെ കുറിച്ച് പറയുമ്പോൾ കാര്യം കേട്ടപ്പോൾ ആലയം എന്ന് പറഞ്ഞാൽ ആരുടെയാ? ഇത് നമ്മളെയാണോ? ഇത് ആര് ഒന്നിപ്പിച്ചതാ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധോ സ്വന്തോ നമുക്ക് അതിലും വലിയ ബന്ധോ സ്വന്തോ ആക്കി തന്ന ആരെ? കർത്താവ്. എങ്ങനെയാ? കർത്താവിന്റെ രക്തം കൊടുത്ത് നമ്മളെ വാങ്ങി. യേശുവിനാൽ നമ്മൾ പുതിയ സൃഷ്ടിയായപ്പോൾ അതിലും വലിയ ബന്ധമാണ് ഇപ്പോൾ നമ്മൾ, അല്ലേ? ഒരു ബന്ധക്കാർ സ്വന്തക്കാരായിട്ട് വലിയ ബന്ധമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥതയുടെ ബന്ധമാണ്. ആര് നന്നായിക്കുവാ? ദൈവം നന്നായിക്കുവാ. സ്തോത്രം. അതുപോലെ എന്റെ സഭയ്ക്കകത്ത് ഒരാൾ രോഗിയാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല കേട്ടോ. ഞാൻ ഒന്നാമത്തെ കാര്യം പറയാലോ, സ്തോത്രം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ആയെന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല. സ്തോത്രം. സ്തോത്രം. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പോലും ചിലപ്പോൾ തോന്നാറില്ല. എനിക്ക് അങ്ങനെ സഹിക്കത്തില്ല. ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഇത് പാടില്ല. അപ്പൊ കർത്താവ് പറയും, വാക്തത്വമുള്ള സഭയ്ക്കകത്ത് അതുകൊണ്ട് നിവൃത്തിയാവാൻ പോവുക. ധൈര്യമായിട്ട് അവർക്ക് ഒരു ഖേദവും ഒരു പ്രയാസവും അതിന്റെ പിന്നിൽ വരത്തില്ല. ദൈവം സൗഖ്യത്തോടെ പുറത്തു കൊണ്ടുവരിക. സ്തോത്രം. അത് ആ ദൂത് കേട്ട് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ആശ്വാസം, പിന്നെ എനിക്ക് സ്തോത്രം പ്രാർത്ഥിക്കണം. പിന്നെ അതിലെ എനിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യമില്ല. എന്റെ ദൈവം എന്നോട് പറഞ്ഞു, വിടുതീച്ച് പുറത്തു കൊണ്ടുവരും. ഇതൊരു അനർത്ഥത്തിനല്ല, ഒരു അത്ഭുതത്തിനാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ കൂടുതൽ ശ്രദ്ധിക്കും. ഈ അമ്മാമ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മാമ എന്ത് ഞായറാഴ്ച ആരാധനയ്ക്ക് പോയത്? ആരാധനയ്ക്ക് വിടുതലായിരുന്നു.
മറ്റും അങ്ങോട്ട് പറയാൻ പറ്റുന്നത് ഞാൻ ഇരുന്ന് ചിരിച്ചു. ഞാൻ സുഖം നോക്കി ചിരിച്ചു. അമ്മ പറയാ, ആരെങ്കിലും ഒരു തുമ്മിയാ മതി, സഭയ്ക്കകത്ത് എന്റെ അടുത്ത് വന്നിരുന്നാൽ മതി, എനിക്ക് അന്ന് പറ്റും. വർഷം കുറെ ആയി അമ്മ ആരാധനയ്ക്ക് പോകും. അമ്മയുടെ ചെറുപ്രായത്തിൽ ഞാൻ സാക്ഷി കേട്ടിട്ടുണ്ട്. ചെറുപ്രായത്തിൽ പാമ്പ് കടിച്ച്, വിഷമേറിയ പാമ്പ് കടിച്ച് മരിച്ചെന്ന് എഴുതി വെച്ചപ്പോൾ അപ്പൻ അവിടുത്തെ പാസ്റ്റർമായിട്ട് വന്ന് വീടിനകത്തിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ അമ്മാമയ്ക്ക് സൗഖ്യം. മരിച്ചുപോയെന്ന് പറഞ്ഞു, ശരീരമെല്ലാം വല്ലാതായെന്ന് പറഞ്ഞു. ആ സൗഖ്യം കിട്ടിയ അമ്മാമ പറയുക, പനി പിടിച്ചൊരാള്, തുമ്മലടിച്ചൊരാള് അടുത്ത് വന്നിരുന്നാൽ എനിക്ക് പനി പിടിക്കും. ഞാനപ്പോൾ ദൈവമേ, നമ്മുടെ സഭയ്ക്കകത്ത് എന്തൊക്കെയാണ് നമ്മൾ വരാനാ പറയുന്നത്, വാ വാന്നാ വിളിച്ചത്. സ്തോത്രം. തിരുവത്താഴല്ല ഒരു ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്. സ്തോത്രം. സ്തോത്രം. ദൈവവചനം പറയുക, ഏത് മാരരോഗം മാറും. ദൈവവചനം പറയുക, ഏത് മാരരോഗം മാറും. അത്രയ്ക്ക് വിശ്വാസമേ ഉള്ളൂ ഇന്ന് ദൈവസഭയ്ക്കകത്ത്, പല സഭയ്ക്കകത്ത്. എനിക്കങ്ങനല്ല, എനിക്ക് അപാര വിശ്വാസം. അതുപോലെ ഞാൻ ഒരു കാര്യങ്ങളും ഇന്ന് വ്യക്തമായിട്ട് പറയാം, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മരുന്നെടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. മരുന്നെടുക്കല്ലേ എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. മരുന്നെടുക്കുന്നത് മരുന്നെടുക്കാത്തത് നിങ്ങളുടെ ഇഷ്ടമാണ്. സ്തോത്രം. ഈ സഭ അതിന് എതിരുമല്ല. നിങ്ങൾ മരുന്നെടുക്കണം മരുന്നെടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ വിശ്വാസം. മരുന്നെടുക്കാതെ ജന്മനാൽ രോഗിയെ സൗഖ്യമാക്കിയത് ഇത് പഠിപ്പിക്കുന്നു. ഇത് പഠിപ്പിക്കുന്നു. ഏത് രോഗിയെ സൗഖ്യമാക്കിയെന്ന് ഇത് പഠിപ്പിക്കുന്നു. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ മരുന്നെടുത്താലും സൗഖ്യമാക്കേണ്ട കാരണം ദൈവമാണ്. അങ്ങനെ പിന്നെ മരുന്ന് നമുക്ക് ഇതൊന്നും വേണ്ടല്ല, മരുന്ന് മാത്രം ആശ്രയിച്ചു പോയാൽ പോലെ. മരുന്നെടുത്താലും ഡോക്ടർമാർ പറയും പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു, പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് മാറിയതിന്റെ കാര്യമല്ല ദൈവത്തിന്റെ കൃത്യം. അപ്പോഴിതിനെല്ലാം മാനവമഹത്വം ആർക്കാ ചെല്ലണ്ടേ? ദൈവത്തിന്. അപ്പോഴീ മരുന്നെടുക്കാതെ വിശ്വസിക്കുന്ന ദൈവമക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മരുന്നെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ എനിക്ക് ഇഷ്ടമാണ്. സ്തോത്രം. ആരോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ മരുന്നെടുക്കാത്ത അവന്റെ വിശ്വാസം, കാര്യം അവന്റെ ഉള്ളിനകത്ത് ദൈവത്തിന്റെ വചനം ആഴമായി ഇറങ്ങിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവന്റെ വിശ്വാസമാണ്. എന്തുവാ? മരുന്നെടുക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവം വിടുതൽ. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസംഗിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. സ്തോത്രം. ദൈവമക്കൾ ഇലക്ഷൻ നിൽക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. ബൈബിളിൽ എഴുതിയിട്ടില്ല, ഇലക്ഷൻ നിൽക്കല്ലേ എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അന്ന് കാണീര് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവവചനവുമായി നിനക്ക് ആഴമായി ബന്ധമുണ്ടെങ്കിൽ, നീ യഥാർത്ഥമായിട്ട് സ്തോത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥമായി നീ ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥമായി കരമടിച്ച് നീ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ആരാധനയുടെ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കറിയാം അത് തെറ്റാണ്. അതുമായിട്ട് എനിക്ക് പറ്റത്തില്ല. കാര്യം ലോകം ഞാനുമായിട്ട് എഴുകി ചേരാൻ പറ്റത്തില്ല. ലോകം ഞാനും എഴുകി ചേർന്ന് കിടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തുനിന്ന് തന്നെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് സ്വർഗവുമായി എഴുകി ചേരുവാൻ. ആ സ്വർഗവുമായി എഴുകി ചേർന്ന ദൈവം ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. അതിനകത്ത് പറ്റത്തില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്ന് പല നേതാക്കന്മാർക്ക് വേണ്ടി പല വാസുമാരും പ്രാർത്ഥിക്കുന്നു. അതിന് പോലും അധികാരം ആരും തന്നു? ദൈവം നമുക്ക്. എന്നോടൊപ്പം ഒരാൾ കൊണ്ടുവരും പ്രാർത്ഥിക്കാൻ പറ്റാം, പ്രാർത്ഥിക്കാം. ദൈവമേ അവരുടെ ഭാവിയെല്ലാം അനുഗ്രഹമാവട്ടെ, അവരുടെ ഫ്യൂച്ചർ എല്ലാം അനുഗ്രഹം. അല്ലാതെ ഇത്രയും വോട്ടിന് ഇനി ജയിക്കുമെന്ന് ദൂത് പറയാൻ എനിക്ക് ദൈവം തന്നിട്ടില്ല. ആ ദൂത് ഞാൻ പറയുന്നു. കാര്യം അതിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. എനിക്ക് വിളിച്ചിരിക്കുന്ന ദൈവമക്കളെ ബലപ്പെടുത്താനും ദൂത് പറയാനും പ്രവചനം തന്നിരിക്കുന്നതും രോഗസൗഖ്യം നടത്തുവാനും എല്ലാം തന്നിരിക്കുന്ന ദൈവജനത്തിനകത്ത് വിശ്വാസം വർദ്ധിക്കാനും അവരെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാനും സ്തോത്രം. അതിന് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിനോടുള്ള എതിർപ്പുകൾ എനിക്ക് കൂടുതലുള്ളതിന്റെ കാര്യം എന്തുവാ? ഞാൻ ദൈവവചനത്തെ, അറിയുന്ന വചനത്തെ ഞാൻ എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ രുചിച്ചറിയുമ്പോൾ എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം കൂടി. ദൈവമായിട്ടുള്ള ബന്ധം കൂടുമ്പോൾ ഉള്ള കുഴപ്പം എന്തുവാന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ തോന്നും. പാപം ചെയ്യുമ്പോഴെന്ത് സ്തോത്രം ബലം. നമ്മളെ ഈ മാധ്യമമെല്ലാം കാണുമ്പോൾ ഇപ്പോഴത്തെ മാധ്യമത്തിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ 3 പേരിൽ ആര് ജയിക്കും? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറ. എന്നെല്ലാം പറഞ്ഞു. സ്തോത്രം ഫേസ്ബുക്കിനകത്തായാലും ഇങ്ങനെ മാധ്യമത്തിനകത്ത് സ്തോത്രം ഓൺലൈൻ അമികാല വീഡിയോക്കകത്തല്ല ഇങ്ങനെ ഇല്ലേ? സ്തോത്രം വരും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അകത്തിരിക്കുന്ന ചില അമികാലം എന്ത് ചെയ്യും? അകത്തുനിന്നല്ല ചിലത്
ഈ വേട്ടാളികന്മാരുടെ മോഹനം കാണുമ്പോൾ ഈ വേട്ടാളികന്മാർ ആരും കേൾക്കത്തില്ല. ഇങ്ങനെയെല്ലാം നമ്മൾ കമന്റ്. എനിക്കുള്ളൊരു പ്രശ്നമുണ്ട്. ചിലപ്പം ഇതെല്ലാം കാണുമ്പോൾ ചില വേട്ടാളികന്മാരെ കാണുമ്പോൾ ഒരു യോഗ്യതയില്ലാതെ സ്തോത്രമാലിയ ഞാനും അതുമായിട്ട് ബന്ധമില്ലേ, ദൈവമായിട്ട് ബന്ധമില്ല. ആര് ഭരിച്ചാൽ ആര് വന്നാൽ ദൈവം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും. കർത്താവിന്റെ കൃപയല്ല നമ്മൾ ജീവിക്കുന്നത്, അല്ലയോ? സ്തോത്രം. അപ്പോഴും ചിലപ്പോൾ കയറി നമ്മൾ എന്ത് ചെയ്യും? ആ സ്പിരിറ്റിനകത്ത് കയറി ഇടുമ്പോൾ 2 കമന്റ് ഇങ്ങോട്ട് വരും, വേറെ ടീമുകളൊക്കെ. പിന്നെ നമ്മൾ 2 കമന്റ് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ചൊറിയുന്ന കമന്റിലേക്ക്. സ്തോത്രം. ഞാൻ പറയാം, ദൈവമക്കളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. നീ അതുവാന്ന് പറഞ്ഞെങ്കിൽ അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നീയും അതുമായിട്ടുണ്ടല്ല. കാര്യം നമ്മളെ ചൊറിയിക്കുന്നതിന്റെ കാര്യം എന്തുവാ? ചൊറിയിക്കുന്ന കാര്യം പിശാചിന് മനസ്സിലാവാ, തട്ടാൻ വന്നു, ഇനി ഇവരെ തട്ടിക്കാം. സ്വപ്നം നമ്മളെ തട്ടി എന്ത് ചെയ്യും? അകത്തിരിക്കുന്ന നമ്മൾ കളഞ്ഞതിനെ വീണ്ടും എടുപ്പിക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യല്ലേ? അനുവദിക്കില്ല. അവിടെ ഈഗോ തല കൊടുക്കണം, ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കോണം, പുറത്തു പോകണം. സ്തോത്രം. ഇതൊന്നും നിനക്ക് അഭിപ്രായം പറയേണ്ട സ്ഥലമാണ്. ഇതെല്ലാം അഭിപ്രായം പറയേണ്ട ആൾക്കാരുണ്ട്, അവരെ പറയേണ്ട സമയത്ത് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്ന സ്തോത്രം. ആദ്യമ വീഡിയോക്കകത്തും ആവശ്യമില്ലാത്ത കമന്റ് ഇടാനും ആവശ്യമില്ലാത്ത സപ്പോർട്ട് കൊടുക്കാനും നിൽക്കല്ലേ, ഒന്നിനും നിൽക്കല്ലേ. സ്തോത്രം. നീ കാണുന്നെങ്കിൽ കണ്ടിട്ട് പൊക്കോണം, അടുത്തതിലേക്ക് പൊക്കോണം. ഇതൊരിക്കലും നിന്നെ എന്ത് ചെയ്യല്ലേ? സ്വാധീനപ്പെടാതെ. നിന്നെ സ്വാധീനപ്പെടുത്തുന്ന എന്തുവാ? ദൈവത്തിന്റെ വചനവും ദൈവം നൽകിയാണല്ലോ. എങ്കിൽ മാത്രമേ ഒരു ദൈവമക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സമാധാനത്തോട് സന്തോഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കഴിഞ്ഞ 2 ദിവസം എന്നെ വെറുതെ ഇങ്ങനത്തെ ചില കാര്യത്തിനകത്ത് ചിന്തിച്ചപ്പോ അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. നിന്നെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ദൈവത്തെ ഉയർത്താൻ. നിനക്കൊരു നേതാവയോ ഒരു ഗുരുവയോ ഒരു പിതാവയോ അതാരാ? നസറേനായ യേശു. നീതിയോട് ഭരിക്കുന്ന ഒറ്റ ഒരാളുകൾ, അല്ലയോ? നീതിയോട് ഭരിച്ചത് കൊണ്ടാ, നീതിയോട് ജീവിച്ചത് കൊണ്ടാ, 33 കൊല്ലം നമ്മുടെ മധ്യയിൽ ജീവിച്ചത് കൊണ്ടാ ഇന്ന് ദൈവത്തിന്റെ മക്കളായിട്ട് നമുക്ക് വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം, ദൈവമക്കളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. സ്തോത്രം. അടുത്തത് സ്തോത്രം. ചില നാളുകൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചു കർത്താവിന്റെ വചനവുമായി ശക്തമായിട്ട് സൂക്ഷിച്ചപ്പോൾ ശാരീരികമായി എനിക്ക് പല രോഗങ്ങളും വന്നിട്ടുണ്ട്. ശാരീരികമായി എനിക്ക് പല രോഗങ്ങൾ, പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ദിവസം സ്തോത്രം നമ്മുടെ സഭയ്ക്കകത്ത് ഒരു ഫാമിലി വന്നായിരുന്നു. അവര് സ്തോത്രം ബോംബെയിൽ നിന്ന് വന്നതാണ്. അവർ മെഡിക്കലുമായിട്ട് ബന്ധപ്പെടുന്ന കുടുംബം, ജോലി ചെയ്യുന്ന കുടുംബം. ശാരീരികമായി ഒട്ടും അനങ്ങാൻ പറ്റാതെ അത് ഞാൻ സൂക്ഷിക്കും. സ്തോത്രം. ആരാധിക്കുവാൻ വേണ്ടി ദൈവസഭയിൽ വന്നു. ആ സ്റ്റെപ്പ് കയറി മേളിൽ വരെയെല്ലാം വന്നത് അത്രയ്ക്ക് പാടുപെട്ട ആ 4ാമത്തെ നിലവരെ കയറി വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നത് എനിക്ക് ജസ്റ്റ് എന്റെ ശരീരം ഒന്ന് ചലിച്ച വേദന, അത്രയ്ക്ക് പ്രയാസമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവത്തോട് പാശം ദൈവം ഈ അമ്മാവൻ പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് തന്നൊരു ഓർമ്മ, ഒന്നുകൂടെ ഒന്ന് ചിന്തിപ്പിക്കാൻ തന്ന ഓർമ്മ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യും. ചലിക്കാൻ പറ്റാതെ അന്ന് സ്തോത്രം ആ 3 മണിക്കൂർ ശക്തമായി സൂക്ഷിച്ചു. നമ്മുടെ ആരാധന ശക്തമായി കൊണ്ടുപോയി. എനിക്കൊന്ന് എല്ലാത്തിലും വലിയൊരു ആരാധനയായിരുന്നു. അന്ന് ആ വന്ന കുടുംബത്തിന്, ബോംബെയിൽ നിന്ന് വന്ന കുടുംബത്തിന് അത് പ്രയോജനപ്പെട്ടു. ആരാധന പ്രയോജനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് അവസാനം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പാർട്ടിക്ക് വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സ്തോത്രം ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥയുള്ളൂ? ഞാൻ പറഞ്ഞ ഉണ്ട്, അസ്വസ്ഥയുള്ളൂ. ഇപ്പൊ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എന്തു അസ്വസ്ഥ? ഞാൻ പറഞ്ഞു അത് പറയാൻ പറ്റാത്ത ഒരു ഭാഗത്താണ് എനിക്ക് അസ്വസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ വീട്ടിൽ വരാം, വൈകിട്ട് വീട്ടിൽ വരാം. സ്തോത്രം. അപ്പൊ സ്തോത്രം. ഞാൻ എൻ്റെ അസ്വസ്ഥതകളെ ചില കാര്യങ്ങളെല്ലാം പുള്ളി ചോദിച്ചപ്പോൾ പറഞ്ഞു, പുള്ളി പറഞ്ഞു ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളാണ്, ആ ട്രീറ്റ്മെന്റിനകത്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ അതാണ് ഇപ്പം ആ ഡോക്ടറിനോടൊപ്പം നിൽക്കുന്നത്. സ്തോത്രം. അപ്പോൾ എനിക്കറിയാം ഇതെന്തുവാ രോഗം എന്നറിയാം. ഓക്കെ. അപ്പൊ പുള്ളിക്കാരൻ വൈകിട്ട് വീട്ടിൽ വന്ന് ഞാനും പുള്ളിക്കാരനുമായിട്ട് റൂം ക്ലോസ് ചെയ്ത് എൻ്റെ അസ്വസ്ഥതകളെ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. പുള്ളി എൻ്റെ ഫോട്ടോയിൽ എടുത്ത് പുള്ളിക്കാരന് ആകെ അന്തം വിട്ടു. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പുള്ളി അയച്ചു കൊടുത്തു. അതിൻ്റെ അഭിപ്രായം ചോദിക്കാൻ ബോംബെയിലെ ഡോക്ടറിന് അയച്ചു. പുള്ളി വെച്ച് പുള്ളി ഇപ്പോഴും ഉണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, ഇത്രയും വന്നിട്ട്? സ്തോത്രം. പുള്ളി കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. പുള്ളി കുറേ കാര്യങ്ങൾ മറുപടി ചെയ്യാൻ പറഞ്ഞിട്ട് അവസാനം എന്നിട്ട് പുള്ളി മറുപടികളെല്ലാം പറഞ്ഞു. എൻ്റെ റൂമിൽ ഇരുന്നോണ്ടാണ് എന്നോട് സംസാരിച്ചിട്ട്
ഭാഷയെ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഈ ഡോക്ടറോട് വിശദീകരിച്ചപ്പോൾ വെട്ടി. അപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോക വൈദ്യശാസ്ത്രത്തിലോ മനുഷ്യനോ പറയുന്ന ബുദ്ധിയോ വാക്കുമല്ല ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിനകത്ത് ഭവിക്കുന്നത്. ദൈവം അറിയാതെ, ഇന്ന് പകല് ഞാൻ ആ വാക്യത്തെ ഒന്നുകൂടി കടമെടുത്ത് പറയുക, ദൈവം അറിയാതെ ദൈവവൈദ്യൻ എന്റെ ജീവിതത്തിനകത്ത് ഒന്നും വരാനില്ല. ഇത് പകലോർത്തോ, ദൈവം അറിയാതെ. അന്ന് പറഞ്ഞു അടിയെന്നാലും കാണത്തില്ലെന്ന് പറഞ്ഞു, ജീവനോട് കാണത്തില്ലെന്ന് പറഞ്ഞു, മുന്നോട്ട് അടിയെന്നാലും പോകത്തില്ലെന്ന് പറഞ്ഞു. കർത്താവ് എത്ര വർഷം കഴിഞ്ഞു, എത്ര വർഷം കഴിഞ്ഞു. ആ രോഗമെല്ലാം ഒരാഴ്ച എന്റെ ശരീരത്തിൽ വിട്ടുമാറി, അടുത്ത സൗഖ്യം നൽകി, ആരോഗ്യം നൽകി. ഇത്രയും വർഷം പിന്നെ എനിക്ക് മുന്നോട്ട് മുന്നോട്ട് ജീവിക്കാനുള്ള കൃപ നൽകി. എങ്കിൽ ഇന്ന് പകലോർത്തോ ദൈവമക്കളെ, നിന്റെ ഏത് രോഗമാവട്ടെ, വ്യാധിയാവട്ടെ, പ്രതികൂലമാവട്ടെ, പ്രയാസമാവട്ടെ, സങ്കടങ്ങളാവട്ടെ, കടഭാരമാവട്ടെ, മാനസിക ക്ലേശമാവട്ടെ, എല്ലാത്തിനും പരിഹാരം യേശു എന്നൊരു നാമം എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം. പുള്ളിക്കാരൻ സ്തോത്രം ഡോക്ടർ ഹിന്ദി പറയുമ്പോൾ ഹിന്ദി കുറെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഞാൻ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പുള്ളി എന്തു പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. 14 കാണത്തില്ലെന്നെല്ലാം പറഞ്ഞേ. പക്ഷെ എന്ത് ചെയ്യാൻ, കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അത് പുള്ളി പറഞ്ഞ അത് മാറ്റാൻ പറ്റത്തില്ല, അതിന് ഇന്ന സ്തോത്രം മരുന്നുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഒരു മരുന്ന് ഉപയോഗിച്ചില്ല. അത് സൗഖ്യമാക്കി, ദൈവം സൗഖ്യമാക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത ഞായറാഴ്ച ശുശ്രൂഷിക്കാൻ കയറിയപ്പോഴേ ആ രോഗമേ ഇല്ലാതായി. സ്തോത്രം, ആ രോഗമേ ഇല്ലാതായി. അപ്പോഴേ നമുക്ക് ഇരട്ടി ബലം തോന്നി, ഇരട്ടി ആരോട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി, ദൈവത്തോട് കൃപ കൊടുക്കാൻ തുടങ്ങി. ഒരു രോഗം വന്ന് നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോൾ നമ്മളെ ഉള്ളത്തിനകത്തൊരു പിശാച് കൊണ്ടുവരുന്ന ഒരു വാക്കാ, തീർന്നു നിന്റെ കാര്യം, ഇനി നിന്റെ കാര്യം പാടാം, ഇനി നിന്റെ കാര്യം പാടാം. പിശാച് അവസാനം തരുന്നൊരു വാക്കാ. നമ്മളെ മനസ്സിനകത്ത് ഏകാന്തരയോട്ടിരിക്കുമ്പോൾ പലരുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് കേൾക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഉള്ളത്തിനകത്ത് പിശാച് പറയുന്ന ഒരു വാക്കാ, എന്തുവാ? ഇതൊരു മാരാരോഗമാണ്, ഇത് നിന്നെ വിട്ടു പോകത്തില്ല, ഇതിൽ നീ എങ്ങനെ റിക്കവറാവുന്നത്? സ്തോത്രം ഹല്ലേലൂയ. അപ്പോഴും നീ ഒന്ന് കാര ഇച്ചിരി നേരം ദൈവത്തെ ഏൽപ്പിര്. ഏത് പ്രശ്നത്തെയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, ഏത് വിഷയത്തിനകത്ത് വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ പിതാവെ മരിച്ച് നാറ്റം വെച്ച് 98 മണിക്കൂർ കഴിഞ്ഞപ്പോ അവൻ യേശു വന്ന് വിളിച്ചപ്പോ അവൻ റൂമാൽ ചുറ്റി, അവൻ ശരീരം മുഴുവനും തുണി കൊണ്ട് ചുറ്റി, അവൻ കല്ലറയിൽ അടക്കം ചെയ്തവനെ 98 മണിക്കൂർ കഴിഞ്ഞ് യേശു വന്ന് ലാസറെ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രിയ ദൈവമക്കളെ, നീ പ്രാർത്ഥിക്കുക. ഏത് രോഗമാവട്ടെ, ഏത് പ്രതികൂലമാവട്ടെ, നീ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുക? നിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അമിതേ പുറത്തു വാ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, അമിതേ പുറത്തു വാ എന്ന് പറയുന്നു. എങ്കിൽ ആ പ്രകാരം എനിക്ക് സൗഖ്യം തരുന്നത് കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത്. ഇങ്ങനെ നീ പുറത്തു വരാൻ യേശു പറയുന്നു. അപ്രകാരം വിടുതൽ നൽകുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകരം ഓർത്തോ, ചിന്താമണിയാക്കിയ പുറത്തു വാ എന്ന് വിളിക്കുന്നത് ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. അല്ല രോഗിയെ കിടക്കുന്ന അവിടെ കിടക്കെന്ന് പറയുന്നത് ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഈ ലോകം തന്നെ നിന്റെ അവസാനമെന്ന് പറയുന്ന ഈ ദൈവത്തെ തന്നെ ആരാധിക്കുന്നത്. ഏത് അവസാനത്തെ ഒന്നേന്ന് പറഞ്ഞ് പറയുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഒന്നേന്ന് പറഞ്ഞ് നൽകുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്റെ രോഗങ്ങളെ, വ്യാധികളെ സൗഖ്യമാക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓരോ രോഗവും തരുമ്പോഴും എന്തുവാ? സ്തോത്രം, നമ്മളെ ഉള്ളത്തിനകത്ത് എന്ത് ചെയ്യും? ഭയം കൊണ്ടുവരും. ആര് കൊണ്ടുവരും? അതിന് പറ്റുന്ന ആൾക്കാരെ എപ്പോഴും സ്തോത്രം, അതിന് പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരും. മീഡിയ ഒന്ന് തുറന്നു നോക്ക്, അതിന് പറ്റുന്ന കാര്യമായിരിക്കും അപ്പോഴും മൊത്തം കാണുന്നത്. നമ്മൾ പോലും ആ ചാനലിൽ കയറി കാണുന്നില്ല, ആ ചാനലല്ല പിന്നെ വരുന്നത്. സ്തോത്രം, പിന്നെ അതാ കാണുന്നത്. നമ്മളെ ഭയം കൊണ്ടുവന്ന് നമ്മളെ ഭയപ്പെടുത്തിയിട്ട് അതിനകത്ത് ജയം വിളിക്കുന്നവനെ പിശാച്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നീ വിശ്വസിക്കുന്ന യേശു എന്ന് പറയുന്നത് നിന്റെ ഭയത്തെ എടുത്തു മാറ്റി നിനക്ക് ജയം നൽകി. പിശാച് വാദിച്ചെടുത്ത് തീർന്നെന്ന് പറഞ്ഞെടുത്ത് ദൈവം അമ്മയെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്ന് ആ പിശാച് കാറ്റ് നിന്നെ നിർത്തുന്ന ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നത്. കൂരിൽ താഴ്വരെ കൂടെ നടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. കാര്യം നിന്റെ കൂടെ യേശു നടക്കുന്നത്. ഇന്ന് പകല പ്രിയ ദൈവത്തെ നീ ഓർത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുണ്ട്. നിനക്ക് വേണ്ടി നിന്നെ അനുഗ്രഹിക്കുന്ന യേശുണ്ട്. നിന്നെ മേൽ അത്ഭുതം ചെയ്യുന്ന യേശുണ്ട്. ആ
Glory to glory. സ്തോത്രം. ആ പ്രിയ അമ്മാമ സ്തോത്രം പറയുക എന്തുവാ, ഒരു ചെറിയ ജലദോഷമുള്ള ഒരാൾ വന്ന് എൻ്റെ അടുത്തിരുന്നാലും അത് വീട്ടിൽ വന്നാലെന്നല്ല അമ്മാമ പറഞ്ഞത്, അത് പോട്ട് വീട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ അതിനൊരു മഹത്വമുണ്ട്. പറയുക ജലദോഷമുള്ളവർ എൻ്റെ ചർച്ചയിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന പിറ്റേന്ന് ആ നിമിഷം തന്നെ എനിക്ക് പറഞ്ഞിരിക്കും. ഇത് അമ്മാമ്മയുടെ ഉള്ളിനകത്ത് ആരും ഫിക്സ് ചെയ്ത് വെച്ചേക്കോ, പിശാൻ ഫിക്സ് ചെയ്ത് വെച്ചു. അത് ജലദോഷമുള്ളതിനെല്ലാം അമ്മാമ്മ പിശാനായിരിക്കും പറയുന്നത്. പിശാൻ മാറി ഇവിടെ എന്തിനാ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ദൈവത്തോടും മനുഷ്യനോടും നല്ല മനസ്സാക്ഷിയുള്ളവരാണ് ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മൾ പറയുക മാറിയില്ല. സ്തോത്രം. അമ്മാവൻ ബസ്സിൽ പോകുമ്പോൾ രോഗി വന്നെടുത്തിരുന്ന അമ്മാവൻ പിടിക്കത്തില്ല. അമ്മാവൻ പിടിക്കുന്ന എവിടെ? ചർച്ചിനകത്ത് വരുമ്പോൾ. ചർച്ചിനകത്ത് വിടുതൽ തരണ്ട കാര്യം എന്തുവാ? ചർച്ചിനകത്ത് അങ്ങനത്തെ നിയമമാണ്. രോഗമായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. സ്തോത്രം. പിന്നെ ഇത് വരാതിരിക്കും. ചർച്ചിന്റെ ഭരണാധികാരിയെ ഇതാ പറയുന്നത്. സ്തോത്രം. അമ്മാമ്മയെ അന്ന് തീരുമാനം എടുക്കണം. അമ്മാവൻ പറയണം, എന്തു പറയട്ടെ, ഒരു രോഗം എന്നെ പിടിക്കത്തില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വന്നത്, ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ വന്നതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വന്നതാണ്. സ്തോത്രം. അന്ന് ഒരിടയ്ക്ക് കുഷ്ഠരോഗികളെ അടുപ്പിക്കത്തില്ലായിരുന്നു. കുഷ്ഠരോഗികളെ ഏറ്റവും കൂടുതൽ കർത്താവ് സൗഖ്യമാക്കിയത് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ. കുഷ്ഠരോഗിയെ തുടത്തില്ലായിരുന്നു, അവനെ വീട്ടിൽ നിന്ന് പുറത്തു കളയായിരുന്നു. അവനെയാണ് ഏറ്റവും കൂടുതൽ ആര് സൗഖ്യമാക്കിയത്? യേശുവിനെ സൗഖ്യമാക്കിയത്. അപ്പൊ ഏത് രോഗത്തെ വ്യാധിയും ആർക്ക് സൗഖ്യമാക്കാൻ പറ്റും? ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റും. ഇത് പകർന്ന് വിശ്വസിക്കുക. അതുപോലെ എന്റെ കുടുംബത്തിൽ ഏത് വിഷയത്തെയും ജയം നൽകുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. പ്രതികൂലം വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് പറയാതെ നമ്മളെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന ചിന്ത കൊണ്ടുവരെ ഓർത്തോണം. ഇതെല്ലാം ആര് കൊണ്ടുവരുന്നതാണ്? ഏത് വിഷയമാവട്ടെ, ജോലി കാര്യങ്ങളിലാവട്ടെ, വിദ്യാഭ്യാസ കാര്യത്തിനാവട്ടെ, അല്ലെങ്കിൽ സ്തോത്രം തലമുറയുടെ വിഷയമാവട്ടെ, ഇത് ഏത് വിഷയത്തിനകത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവരുമ്പോഴേ ഓർത്തോണം. നെഗറ്റീവ് ചിന്ത കൊണ്ടുവരുമ്പോഴേ ഓർത്തോണം. ആരെയും കൊണ്ടുവരുന്നതാണ്? പിശാച് കൊണ്ടുവരുന്നത്. ഇതിനെ ആർക്ക് ജയിക്കണം? എനിക്ക് ജയിക്കണം. കാര്യം എന്റെ കൂടെ ആരുണ്ട്? എന്റെ കർത്താവ്. ഞാനൊരു കാര്യം പറയാം. 2026 ദൈവമക്കളെ, നിങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, നിങ്ങൾ കുടുംബത്തിൽ എല്ലാവരും ഒന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കണം. കുടുംബമില്ലാത്തവർ കൈവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചാലും പ്രാർത്ഥിക്കണം. 2026 എന്റെ ദൈവം തരുന്ന നന്മകളൊന്നും അനാവശ്യമായിട്ട് ദൈവം അനുവദിക്കല്ലപ്പ. ദൈവം എന്റെ കുടുംബത്തിനകത്ത് അനാവശ്യമായ ഒരു കാര്യം കടന്നു വരല്ലപ്പ. ദൈവം എന്റെ പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കുവാനുള്ളതല്ല, അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതല്ല എന്റെ പൈസ. എന്റെ ദൈവം എനിക്ക് തന്ന സമ്പത്ത്, എനിക്ക് ദൈവം തന്ന ആരോഗ്യം, എന്റെ ആരോഗ്യം രോഗിയാക്കാനല്ല. എനിക്ക് ദൈവം തന്ന ആരോഗ്യം ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, അതിനെ രോഗിയാക്കുവാനുള്ളതല്ല. എന്റെ ശരീരത്തിനകത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു പൈശാചിക ശക്തികൾ വേട്ടയാണെങ്കിൽ 2026 ആരംഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഈ 2026 എന്റെ ശരീരത്തിനകത്തോ, എന്റെ സമ്പത്തിനകത്തോ, എന്റെ നന്മയ്ക്കകത്തോ, എന്റെ സന്തോഷത്തിനകത്തോ നിനക്ക് കേറുവാൻ അനുവാദമില്ല. കാര്യം യേശുവിന്റെ പൈതലാ. ഇന്ന് യേശുവിന്റെ രക്തം എന്നെ മുദ്രയിടുക. ഇന്ന് യേശുവിന്റെ രക്തം ഉച്ചി മുതൽ ഉള്ളതാണ് വരെ എന്നെ മുദ്രയിടുക, മുദ്രയിടുക, മുദ്രയിടുക. ശത്രുവിനെ കാണുവാനുള്ളതല്ല, ശത്രുവിനെ കേൾക്കുവാനുള്ളതല്ല, ശത്രുവിനെ അനുഭവിക്കാനുള്ളതല്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ മുദ്രയിടുക.
സ്തോത്രം, സ്തോത്രം. ഇതേപോലെയാണ് ഇന്ന് ബൈബിൾ സെമിനാറുകളിൽ പഠിപ്പിക്കുന്നു. രോഗം വന്ന ഉടനെ ഹോസ്പിറ്റലിൽ പോകണം, രോഗം വന്ന ഉടനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടുപോകണം. സ്തോത്രം. പണ്ടെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അവിടെ ഒരു ചാമി ഒരു സ്തോത്രം, ഒരു റൂമുണ്ട്, സിക്ക് റൂം എന്ന് പറഞ്ഞ റൂം. അവിടെ പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പ് വരും. പ്രാർത്ഥിക്കുക, സൗഖ്യമാക്കുക, അത്ഭുതങ്ങളെ അവരെ കാണിക്കുക. ഇന്നത്തെ പ്രിൻസിപ്പളിനോട്, ഇന്നത്തെ അധ്യാപകരോട് ചോദിച്ചാൽ അവർ പറയും അതെല്ലാം പണ്ടായിരുന്നു. പണ്ടും ഇന്നും ഒന്നുമില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ അന്നും ഇന്നും ഒരേപോലെ. നീ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നീ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിനക്ക് കിട്ടുന്ന ശമ്പളം, നിനക്ക് കിട്ടുന്ന നന്മയെല്ലാം ദൈവമാണ് തരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, അന്നും ഇന്നും പ്രവർത്തിക്കുവാൻ കർത്താവ് ഒരുവനേ ഉള്ളൂ. ആ പേരാണ് ജീസസ്. കഴിഞ്ഞ ആഴ്ചകൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, സ്തോത്രമാലി നമ്മൾ പ്രാർത്ഥിച്ചു പറഞ്ഞു, ഗീതാങ്കിയുടെ മക്കളെല്ലാം വരണം, ഇല്ലയോ? വരണമെന്ന് പറഞ്ഞു. പനി വന്നോണ്ടാ കൊണ്ടുവിട്ടത്. അപ്പൊ പനി വന്നു നല്ലതിന് ആണോ? അല്ലയോ? പനി വന്നോണ്ടല്ലേ വീണ്ടും മിറ്റം വരെ വന്നില്ലയോ? ഇനി കയറാൻ അധികം താമസം വരത്തില്ല. ഇവിടെ വരെ ഇത്രയും ദൂരത്തിൽ വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ട് വിടണമെങ്കിൽ പനി വന്നോണ്ടല്ലോ. അപ്പൊ പനി ഒരു കാരണം വേണം. എങ്ങനെ ദൈവത്തിന് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമോ? അമിത ന്യൂ ഇയർ സർവീസ് ഈ ഞായറാഴ്ച പിടിച്ചു കൊണ്ടുവന്നോ? പുതിയ ആഴ്ച കൊണ്ടുവന്നോ? പുതിയ മാസത്തിനകത്ത് കൊണ്ടുവന്നിരുത്തിയോ? ആ പനി വന്നത് നല്ലതിനല്ലയോ? ഇതെല്ലാം ഓർത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിച്ച് കത്തുപോത്തേ ഉള്ളൂ. നെഗറ്റീവ് അടിച്ച് പുതിയ പുതിയ രോഗം ഉണ്ടായി, പുതിയ പുതിയ മരുന്നും ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവണം. ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസം ഡൈവേർട്ട് ചെയ്യണം, അങ്ങോട്ട് മനസ്സിലാക്കണം. നമുക്ക് ബുദ്ധി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ ബുദ്ധി അങ്ങോട്ട് തുറന്നു ദൈവം തരും. അപ്പോഴും മനസ്സിലാക്കും, കർത്താവേ ഇതെല്ലാം നല്ലതിനാ, നല്ലതിനാ. ഒന്നുപോലും ദൈവം ചെയ്തത് ഫലത്തിനല്ല, നാശത്തിനല്ല, പ്രതികൂലത്തിനല്ല. ഇതെല്ലാം നന്മയ്ക്ക്, നന്മയ്ക്ക്. ചില അവസാനം, ചില സമയം വെക്കുന്നത്, ചില വീട്ടിൽ കൊണ്ടുപോകുന്നതെല്ലാം നന്മയ്ക്ക്. ഇതെല്ലാം നന്മയ്ക്കാണ്. അപ്പൊ നമ്മളെ ജീവിതത്തിനകത്ത് എന്ത് ദൈവം തരുന്നതും എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്കാണ്. ദൈവത്തിന്റെ വചനത്തിനകത്ത് ഇന്ന് നമ്മൾ വായിച്ചു, വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യല്ലേ? വിധിക്കരുത്. നമ്മൾ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യല്ലേ? വിധിക്കരുത്. ഇന്ന് എനിക്ക് ആ വചനം ദൂത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടിയുള്ള ദൂതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യല്ലേ? വിധിക്കരുത് എന്ന് പകൽ ഓർത്തോണം. ഞാൻ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ എനിക്ക് എന്ത് ക്വാളിറ്റി വേണം? എനിക്ക് വിധിക്കുന്ന ക്വാളിറ്റി, വിധിക്കുന്ന പാടില്ല. ആ ക്വാളിറ്റി എനിക്കുണ്ടാവണം. ഞാൻ മറ്റുള്ളവരെ വിധിച്ചാൽ ഞാൻ വിധിക്കപ്പെടും. കാര്യം എന്തുവാ? സ്തോത്രം. ഞാൻ ചെയ്ത തെറ്റ് തന്നെ എനിക്ക് തിരിച്ചു. ഞാൻ ഒരുവനെ വിധിച്ചില്ല എങ്കിൽ, ഒരു പ്രതികൂലം കണ്ട്, പ്രയാസം കണ്ട് ഞാൻ വിധിക്കും. അപ്പൊ ദൈവമക്കൾക്ക് വിധിക്കാനുള്ള അധികാരം ആര് തന്നിട്ടില്ല? ദൈവം തന്നിട്ടില്ല. ദൈവം തന്നിട്ടില്ല. മനസ്സിലാക്കുക എന്ന് പകല് വിധിക്കാനുള്ള അധികാരം അദ്ദേഹം തന്നിട്ടില്ല. സ്തോത്രം. വിധിക്കാനുള്ള അധികാരം തന്നിട്ടില്ല. ഞാൻ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ വിധിക്കാൻ പാടില്ല. അടുത്തത്,
അടുത്തത് അതിനോട് ചേർന്നുള്ള വാക്യം പറയൂ. നിങ്ങൾ അളന്നു കൊടുക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. കർത്താവിന്റെ വചനം പറയുക, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ആ വിശ്വാസം അനുസരിച്ചായിരിക്കും ആര് ചെയ്യുന്നത്? ദൈവം ചെയ്യുന്നത്. ഇന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്റെ രോഗത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതിന്റെ കൂടെ ഒരു കാര്യമുണ്ട്, എന്റെ പാപത്തോടൊന്ന് കഴുകിക്കണം, ശുദ്ധീകരിക്കണം. ആരുടെ രക്തത്താൽ? യേശുവിന്റെ രക്തത്താൽ. അതിനാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാന്ന് പറഞ്ഞാൽ പോയി, ഞാൻ വലിയ പ്രാർത്ഥനക്കാരനൊന്നുമല്ല. കർത്താവേ, ഞാൻ കുറവുള്ളവനാ, വീഴ്ചയുള്ളവനാ. ദൈവത്തിന്റെ ദയ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ മനസ്സലിവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും കഴിയുന്നത്. ഈ രീതിയിൽ നിന്റെ ഹൃദയം കൊണ്ട് നീ തന്നെ ഒന്ന് താഴ്ത്തിയിട്ട് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യല്ലേ? ഒന്ന്, ദൈവമക്കൾ എന്ത് ചെയ്യല്ലേ? വിധിക്കരുത്. വിധിച്ചാൽ നീ വിധിക്കപ്പെടും. നീ ആരെയും വിധിച്ചില്ലെങ്കിൽ നിന്നെ വിധിക്കാൻ ആരെയും കൊണ്ട് ആരും സമ്മതിക്കത്തില്ല. ദൈവം സമ്മതിക്കത്തില്ല. അടുത്തത് പറയുക, നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളന്ന് കിട്ടും. ഞാൻ എങ്ങനെയാ അളക്കുന്നത്? അതിനനുസരിച്ച്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് ആര് തരും? ദൈവം പ്രതിഫലം. എന്റെ സ്വഭാവം പുതിയ മനുഷ്യനായി കഴിഞ്ഞാൽ യേശു ആരെയും വിധിച്ചിട്ടില്ല. വിധിച്ചിട്ടുണ്ടോ? യേശുവിനെ പോലെ ആവാനാണ് ദൈവം വിളിച്ചേക്കുന്നത്. യേശുവിനെ പോലെ ആവാനാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ നോക്കാനല്ല, മറ്റുള്ളവരുടെ പുറകെ പോകാനല്ല, അവന്റെ ചിന്തകൾക്ക് പ്രകാരം ജീവിക്കാനല്ല. എന്റെ യേശു എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആമീൻ. യേശുവിനെ പോലെ ആവാം. യേശുവിനെ പോലെ ആവാം. അപ്പൊ ഞാൻ യേശുവിനെ പോലെ ആവണമെങ്കിൽ എനിക്ക് രണ്ട് ക്വാളിറ്റി മെയിനായിട്ട് വേണം. എന്തുകൊണ്ട്? ഞാൻ വിധിക്കാൻ പാടില്ല. ഞാൻ വിധിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടുന്നില്ല? എന്നെ ആരും വിധിക്കത്തില്ല. സ്തോത്രം. ഞാൻ അളന്നു കൊടുക്കുന്ന രീതിയിലായിരിക്കും എനിക്ക് അളന്നു കിട്ടുന്നത്. അടുത്തത് കണ്ടോ? അടുത്ത ഉദാഹരണം കർത്താവ് പറയുക, സ്വന്തം കണ്ണിൽ വലിയ കോലിരിക്കുക. സഹോദരങ്ങൾ പറയാം, എനിക്ക് എന്റെ കണ്ണിലെ കരട് അല്ലെ കരട് എടുത്ത് കളയട്ടെ. കോലാന്ന് വലുത്, കരടാണോ? കോല വലുത്, ഞാൻ വലിയ ഭാവിയ. എന്നിട്ട് എന്റെ സഹോദരങ്ങളെ കണ്ടിട്ട് ഞാൻ ചെയ്യുക. കഴിഞ്ഞ സഭയില് ഒരു സഭയില് US സർവീസിന് സാക്ഷ്യം പറയുന്ന സമയത്ത് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ ബിസിനസ് എല്ലാം തകർന്നിരിക്കുക. ബിസിനസ് എല്ലാം അങ്ങോട്ട് പഴയ പോലെ അങ്ങോട്ട് ആയി വരുന്നില്ല. ചിലർക്കെല്ലാം തടസ്സങ്ങളുണ്ട്. ദൈവമക്കളൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ കേട്ട വിശ്വാസികളുണ്ടല്ലോ, സഭയ്ക്കകത്തുള്ള വിശ്വാസികൾ സാക്ഷ്യം പറഞ്ഞു, എന്തോ ബിസിനസ് ആണ് നിങ്ങളുടെ? അല്ല, എന്റെ ബിസിനസ്, നിന്റെ ബിസിനസ് പൈസ പലിശ കൊടുക്കുന്ന ബിസിനസ്. സ്തോത്രം. കട നടത്തുന്ന ഒരുത്തം പറയുക, അല്ലെങ്കിൽ അവൻ വേറെ സ്തോത്രം സ്ഥാപനം നടത്തുന്ന ഒരുത്തം പറയുക. പറയുന്നൊരു ഇതുണ്ട്, നിന്റെ കയ്യിലെ പലിശക്ക് കൊടുത്തിട്ട് ദൈവത്തിന്റെ വചനം പറയാത്ത കാര്യങ്ങളെല്ലാം നീ ചെയ്തിട്ട് നിന്റെ ബിസിനസ് അനുഗ്രഹപ്പെടാനാണോ അവരുടെ സാക്ഷി പറയുന്നത്? ഞാൻ എപ്പോഴും ഓർക്കുക, അളന്ന അളവിനാൽ അളന്ന് അപ്പോഴേ കിട്ടി. എന്തോ പറഞ്ഞു, നിമിഷം കഴിഞ്ഞപ്പോ അവരെന്നെ മറുപടി കൊടുത്തു. പുള്ളിയെല്ലാം ഏത് പാപം ചെയ്തിട്ട് ഇതൊന്നും പാപമല്ല, ഇതെല്ലാം നന്മയാണ്, ഇതെല്ലാം ഭയങ്കര വലിയ കാര്യമാണ് എന്നുള്ള ചിന്തയാണ്. അതിനോട് കാര്യം എന്തുവാ? അതിന്റെ കാര്യം എന്തുവാ? പാപം ചെയ്യുക പേടിയില്ലാത്തതിന്റെ കാര്യം എന്തുവാ? ദൈവത്തെ പേടിയില്ല. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ അവൻ ചെയ്യത്തില്ല, പാപം ചെയ്യത്തില്ല. ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് ആ പാപം ചെയ്യുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പാപം ചെയ്യും. ഞാനൊരു കാര്യം പറയാം, നമ്മളെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ നാട്ടുകാരെയോ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഭവനത്തെയോ ഒന്നും അല്ല പേടിക്കേണ്ട കർത്താവിനെയാണ്. കർത്താവിനെ പേടിക്കുന്നെങ്കിൽ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാപം ചെയ്യിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവമക്കളെ, ഞാൻ പാപിയാവത്തില്ല, ഞാൻ പാപത്തിന് പോകത്തില്ല. കാര്യം എന്തുവാ? എനിക്ക് ദൈവത്തെ പേടിയില്ല. സ്തോത്രം. കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. സ്തോത്രം. ആ വാക്യം അവിടെ നിൽക്കട്ടെ. ലൂക്കോസ് 18-ാം അധ്യായം എടുക്കാമോ? ഈ വാക്യത്തിന്റെ ബാക്കിയിലേക്ക് വരണം. 18-ാമത്തെ എടുക്കാമോ? ഒരു ദൈവമക്കൾക്ക് ദൈവം ഒരു ഉപമ കൊടുക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ മടുത്തു പോകാൻ പാടില്ല. അപ്പൊ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരാ എപ്പോഴും ആരുമായിട്ട് ബന്ധം? കർത്താവുമായിട്ട് ബന്ധം.
കർത്താവോട്ട് വന്നു. അപ്പോഴാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, ഇടപെടുന്നത്. അങ്ങനെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്ന ഒരുത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാപം ചെയ്യാൻ ശ്രമിക്കുന്നു. കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ദൈവത്തെ ഭയമില്ല പുള്ളിക്ക്, മനുഷ്യനെയും പേടി. മനുഷ്യനോടും സ്നേഹമില്ല, ദൈവത്തോടും പുള്ളിക്ക് സ്നേഹമില്ല. ദൈവത്തെയും പേടിയില്ല, മനുഷ്യനെയും പേടിയില്ല. പുള്ളിയുടെ രീതി ജീവിക്കുന്ന ആൾ. പുള്ളിയുടെ കഴിവിൽ പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ പുള്ളിയുടെ അധികാരത്തിന് പ്രാധാന്യം കൊടുത്ത്, പുള്ളിയുടെ സ്തോത്രമാലിക പുള്ളിയെ മാത്രമേ നോക്കാറുള്ളൂ, വേറെ ഒന്നിനെയും പുള്ളി നോക്കാറില്ല. ദൈവത്തെ നോക്കാറില്ല, മനുഷ്യനെ നോക്കാറില്ല. അങ്ങനെ ഒരു മനുഷ്യനെ ഉപമയായിട്ട് കൊണ്ടുവച്ചിരിക്കുക. എന്തിനും ഉപമയാക്കി വെച്ചേക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു ഉപമയായിട്ട് കൊണ്ടുവച്ചേക്കുക. സ്തോത്രം. നല്ല ആളിനല്ലോ എടുത്തേ. ആരെ എടുത്തേ? ലോക മനുഷ്യനെ എടുത്ത്. ലോക മനുഷ്യനെ ഉദാഹരണം അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയ ലോക മനുഷ്യനെ എടുത്തത്. കർത്താവ് ഒരു വാക്യം പറഞ്ഞത് ഇന്നും പല വാസുമാരും പല വിശ്വാസികളും എടുത്ത് ആ വാക്യം പറഞ്ഞ പലപ്പോഴും മരുന്നെടുക്കുന്നു. ഞാൻ ഓർക്കുന്ന കർത്താവ് യേശു പക്ഷേ അന്ന് ആ ഉപമ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സ്തോത്രന്മാർക്ക് വായ പറഞ്ഞു പോലെ. ഉപമാർ എന്തും എടുക്കുന്നതെന്ന് അറിയാമോ? കർത്താവ് യേശുപ്പൻ പറയുന്നുണ്ട്, രോഗികൾക്ക് വൈദ്യനെയും കൊണ്ട് ആവശ്യം. ഒരു ഉദാഹരണമാണ് കർത്താവ് പറഞ്ഞത്. അതേപോലെ പാപികൾക്ക് ആരെ ആവശ്യം? എന്നെ ആവശ്യം. പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർ, പാപികൾക്കല്ല, പാപം ചെയ്തുകൊണ്ടിരുന്നിട്ട് പാപത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ എന്നെ ആവശ്യം. കർത്താവ് ഉപമ പറയുന്നതാ, രോഗികൾക്ക് വൈദ്യനെ ആവശ്യമുള്ളതുപോലെ പാപികൾക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ ആവശ്യമുണ്ട്. എന്റെ രക്തത്താലെ കഴുകി അവനെ ശുദ്ധീകരിക്കാൻ പറ്റും, പാപത്തിൽ നിന്ന് പുറത്തു വന്ന് ആത്മീയ ജീവിതം ജീവിക്കാൻ പറ്റും. ഇതാണ് ആര് പഠിപ്പിക്കുന്നത്? യേശുവിനെ പഠിക്കുന്നത്. മറ്റൊരു വാക്യം ഒരു ഉപമയാക്കി, അത് ചിലവർ ഉപമയാക്കി വെച്ചോ. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, രോഗികൾക്ക് വൈദ്യനെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ കർത്താവ് 18 വർഷം രക്തസ്രാവമായ സ്ത്രീ കൂടെ വരുമ്പോഴും 38 വർഷം കൂടെ കുളക്കരെ കിടന്നവരെല്ലാം കർത്താവ് പറഞ്ഞല്ലോ, വൈദ്യനെടുത്ത് പോകാൻ പറഞ്ഞു. കർത്താവിന്റെ അടുത്ത് ഏത് രോഗി വന്നിട്ടുണ്ട്, ആ രോഗിയെല്ലാം ആര് സൗഖ്യമാക്കി. മരിച്ചവരെ ജീവൻ കൊടുത്തു. ഒരു വിധവയുടെ മകനെ അമീകാലിലെ അടക്കാൻ വേണ്ടി ചുവന്നുകൊണ്ട് പോവാ, മഞ്ചലി കൊണ്ടുപോകുമ്പോൾ യേശു അവിടെ തൊട്ടു, അവന് ജീവൻ കൊടുത്തു. സ്തോത്രമാലിക 12 വയസ്സുള്ള മകൾക്ക് ജീവൻ കൊടുത്തു. അപ്പോൾ കർത്താവ് മരിച്ചതിനെ പോലും എന്ത് ചെയ്തു? ജീവൻ കൊടുത്തു. മനുഷ്യരെല്ലാം പറഞ്ഞു അവള് മരിച്ചു, കർത്താവിനല്ല, അവൾ ഉറങ്ങുക. അപ്പോൾ കർത്താവിനെ പരിഹസിച്ചു. കർത്താവ് അകത്ത് നിന്നിട്ട് എല്ലാത്തിനെയും പുറത്തുകളാൻ പറഞ്ഞു. വിശ്വാസം ഇല്ലാത്തവനെ പുറത്തുകളാ, കഥപടാ, എന്റെ കൂടെ നിങ്ങളും കണ്ടാൽ മതി. ഞാൻ പറഞ്ഞിരിക്കുന്ന സ്തോത്രം പത്രോസും യോഹന്നാനും യാക്കോബും കണ്ടാൽ മതി. അങ്ങോട്ട് നിന്ന് പ്രാർത്ഥിച്ചു, മകളെ എഴുന്നേൽപ്പിച്ചു. മരിച്ചെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മധ്യയിലേക്ക് ജീവനുള്ള കൊച്ചിനെ കൊണ്ടിറക്കി. അപ്പൊ യേശുവിനെ കഴിയാത്ത വിടുതലൊന്നുമില്ല. എന്നാ യേശുവിനെ പറയണ്ടേ, വൈദ്യന്റെ അടുത്ത് പോകും പറയണ്ടേ? സ്തോത്രം. ഇന്ന് ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. പണ്ട് ഒരു ഗർഭിണിയായ സ്ത്രീയെ പഴയ കാലത്ത് ഈ കണ്ടുപിടുത്തമൊന്നും ഇല്ലാത്ത കാലത്ത്, വലിയ കാര്യങ്ങളൊന്നും സ്കാനിങ്ങോ മറ്റ് ഇഞ്ചക്ഷനോ ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത്, ഡോക്ടർമാർ പോലും അപൂർവമായിട്ടുള്ള കാലത്ത്, ഇന്ന് ഈ ഡിഗ്രികൾ കൂട്ടുക, MBBS മാത്രം പോരാ, അതിലും വലിയ ഡിഗ്രി ഉണ്ടെങ്കിലേ അവർക്ക് നിൽക്കാൻ പറ്റും. അവർ 5 കൊല്ലം കൊണ്ട് പഠിത്തമല്ല, പിന്നെയും കിടക്കുക, പഠിക്കാൻ കിടക്കും. അവർ പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയുന്നതെല്ലാം വലിയ അത്ഭുതമാണെന്നാ പറയുന്നത്. ഇങ്ങനെയല്ല, കണ്ടുപിടിക്കാത്ത കാലത്ത് പോലും സ്തോത്രം യഥാർത്ഥ ഒരു വൈദ്യൻ, അല്ലെങ്കിൽ സ്തോത്രം ഡോക്ടറൊന്നും അല്ല, സാധാ ഒരു വൈദ്യൻ, അല്ലെങ്കിൽ MBBS മാത്രം കഴിഞ്ഞ ഒരു ഡോക്ടർ ആമികാല ഗർഭിണിയായ സ്ത്രീയുടെ ആമികാല നാരീനാമ്പി തൊട്ടിട്ട് പറയും കുഴപ്പമൊന്നുമില്ല. അവിടെ തൊട്ടപ്പോഴേ എന്തുണ്ടായി? സ്കാനിങ് ഉണ്ടായി. പുള്ളിക്കാരൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം പുള്ളിക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ പറയും. ഇന്ന് ഗർഭിണിയായ സ്ത്രീ 1ാം മാസം മുതൽ കുഞ്ഞിനെ പ്രസവിക്കുന്നവരെ സ്കാനിങ് ആണ്. ഓരോ മാസം 3-4 സ്കാനിങ്. സ്തോത്രം. അയ്യോ ഇച്ചിരി സർജറി കൂടാതെങ്കിൽ അല്ലെങ്കിൽ മറ്റു രോഗം അപ്പോഴേ മരുന്നാ, അതിന് അടുത്ത മരുന്നാ. മറ്റേതൊരു ഫ്രൂട്ട്സ് ആയിരുന്നു പുറത്തുള്ളത്, അല്ലയോ? ഇന്ന് ഫ്രൂട്ട്സിന് പകരം ഗുളികയാണ്. കാൽസ്യത്തിന് പകരം എല്ലാം ഗുളികയാണ്. മറ്റേത് എന്തുവാ? ഫ്രൂട്ട്സുകളായിരുന്നു പറഞ്ഞു കൊടുക്കും. അവർക്ക് പ്രസവിച്ച് പുറത്തു വരുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്ന് പ്രസവിച്ച് വന്നാൽ അവങ്ങനെ രോഗിയായി. സ്തോത്രം. ഇന്നത്തെ കണ്ടുപിടുത്തം ഭയങ്കര കണ്ടുപിടുത്തമാണ്. സ്കാൻ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും ശരീരത്തിന് കേടാണ്. ഇതൊന്നും നന്മയ്ക്കല്ല, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവർ ചെയ്യുന്നത്. അവർ അനുഗ്രഹത്തിന് വേണ്ടിയാ അവർ ചെയ്യുന്നത്. അവർ
അവരുടെ ഹോസ്പിറ്റലിന്റെ അനുഗ്രഹം, അവരുടെ വരുമാനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പേഷ്യന്റിനോടുള്ള കരുതലോ നന്മയോ ഒന്നും അല്ല. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും ഷുഗർ വരുമോ, പ്രസവം കഴിയുമ്പോൾ ഷുഗർ വരുമോ, കുഞ്ഞുങ്ങൾക്ക് വരുമോ, ഇത് ചില മെഡിസിനിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം പരീക്ഷണങ്ങൾ നടക്കുക. അന്നത്തെ കാലത്ത് പരീക്ഷണമൊന്നുമല്ല. അന്നത്തെ കാര്യത്ത് ജനുവിനായിരുന്നു, എല്ലാം സത്യസന്ധതയായിരുന്നു, അനുഗ്രഹമാണ്. അല്ലയോ? സ്തോത്രം. ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തായിട്ട് കണക്കൂട്ട് നമ്മൾ ഓർക്കും ഭയങ്കര പരിഷ്കാരം വന്നു. ഈ പരിഷ്കാരം എല്ലാം മനുഷ്യനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സൈഡിൽ തകർത്തുകൊണ്ടിരിക്കുക. അന്നത്തെ കാലത്ത് ഇത്തരം രോഗങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തുള്ള രോഗങ്ങൾ, ആഹാരത്തിനകത്തുള്ള രോഗങ്ങൾ. ഇന്ന് ആഹാരം കഴിക്കല്ലേ ക്യാൻസർ ആണെന്ന് പറയുന്നത്. അതാണ് ഗവൺമെന്റ് അനുവദിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആഹാരം നിർത്താതെ? എന്തുകൊണ്ടാണ്? അന്ന് പക്ഷെ അതില്ല. അന്ന് എല്ലാം ജനുവിനായിട്ടുള്ള സാധനമായിരുന്നു കഴിക്കുന്നത്. അതുകൊണ്ട് എന്തുവാ, രോഗമില്ലായിരുന്നു, വ്യാധിയില്ലായിരുന്നു, ആരോഗ്യം ബലം ഉണ്ടായിരുന്നു, ശരീരത്തിന് ആരോഗ്യം ബലം ഉണ്ടായിരുന്നു. സ്തോത്രം. അന്ന് 83 വയസ്സായാലും ഒരു രോഗമില്ല. രോഗമില്ല, ഒരു ആരോഗ്യം ബലമുണ്ട്. 100 വയസ്സൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇന്നത്തെ സ്തോത്രം 40 വയസ്സാകുമ്പോഴേ രോഗിയാണ്. എല്ലാവരും ഈ ലോകത്തില്ലാത്ത രോഗം എല്ലാം ഉണ്ട് 40 വയസ്സായിരിക്കും. പിന്നെ അങ്ങോട്ട് രോഗിയാണ്, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. അന്നത്തെ വൈദ്യനെ കർത്താവ് അതിന് ഉപമ പറഞ്ഞെന്ന് പറഞ്ഞാൽ, രോഗം വന്ന വൈദ്യന്റെ അടുത്ത് പോകത്തില്ലേ, അതേപോലെ പാവം. ഇത് വെച്ചാണ് പലരും പറയുന്നത് നമുക്ക് മരുന്ന് കഴിക്കാം. ഞാൻ ഇന്നും ഒന്നുകൂടും ഞാൻ വ്യക്തമായിട്ട് പറയുക, ഞാൻ മരുന്ന് കഴിക്കലെന്ന് പറയുന്നില്ല, കഴിക്കാനും പറയുന്നില്ല. അത് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒറ്റ ഒന്നതിലാണ് വിശ്വസിക്കുന്നത്, പ്രാർത്ഥനയിലാണ് വിശ്വസിക്കുന്നത്. മരുന്ന് കഴിച്ചാലും വിടുതൽ തരേണ്ട ദൈവമാണ്. സ്തോത്രം. മരുന്ന് കഴിച്ചില്ലെങ്കിലും വിടുതൽ തരേണ്ട ആരാ? ദൈവമാണ്. എനിക്ക് രോഗം വന്നാലും ഞാൻ മരുന്ന് കഴിക്കും. അത് സ്തോത്രന്മാരെ വിടുതൽ തരേണ്ട ആരാ? ദൈവമാണ്. അല്ലാതെ ആരും ഞാൻ അടിച്ചേൽപ്പിച്ച് പറയാറില്ല. അവരവരോ വിശ്വാസമാണ്, അവരവരെ ഏത് പ്രശ്നമായാലും. ഞാനൊരു കാര്യം പറയാം, മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും അനുഭവിക്കേണ്ട വേദനയാണ്. ഒരു പീരീഡ് വരെ അനുഭവിച്ചിട്ടായിരിക്കും ഇന്ന് എന്ത് കിട്ടുന്നത്, സൗഖ്യമാകും. അപ്പോഴേ എങ്ങനെ സൗഖ്യമായെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവർക്കും കൺഫ്യൂഷനാണ്, ഏതിലാണ് സൗഖ്യമായത്, അല്ലേ? എന്ത് കഴിച്ചിട്ടാണെന്ന് അറിയത്തില്ല. സ്തോത്രം. ഇല്ല, മുടി പൊഴിഞ്ഞു പോകുന്നവര് കാണുന്ന എണ്ണയെല്ലാം പുരട്ടി ഗ്ലാസ് മുടി കഴിക്കുമ്പോൾ ഏത് എണ്ണ എവരൊക്കെയാണ് അവർക്കറിയാം. സ്തോത്രം. ഏത് ട്രീറ്റ്മെന്റിലായി പറ്റിയെന്നത്, ഒരു 100 ട്രീറ്റ്മെന്റ് പോയി അതിനകത്ത് ഏതാ കയറി എന്ത് ചെയ്യുന്നത്, പിടിച്ചേന്നറിയാം. ആ അവസ്ഥയാണ്. സ്തോത്രം. അതൊന്ന് വായിക്കാം. ദൈവത്തെ സ്തോത്രം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ദൈവത്തെ മനുഷ്യനെ പേടിയില്ലാത്ത ഒരു ന്യായാധിപൻ ഉപമ പറയുക കർത്താവ്. അവന്റെ അടുത്ത് ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെയും ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. കണ്ടോ? ഒരു മിനിറ്റ്. അയക്ക് ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ പേടിയില്ല, മനുഷ്യനോടും കടപ്പാടില്ല, ദൈവത്തോടും ഇല്ല. ആ മനുഷ്യന്റെ അടുത്തേക്ക് സ്തോത്രം ഒരു വിധവ പ്രശ്നമായിട്ട് ചെല്ലുക, ഒരു പ്രതികൂല, ഒരു പ്രയാസം ആയിട്ട് അവൾ ചെല്ലുക. അവക്ക് അതിനകത്തൊരു പരിഹാരം കിട്ടാൻ വേണ്ടി ചെന്ന് ആരോട് സംസാരിക്കുക? അവളെ പ്രതിരോഗിയുടെ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി അവൾ ചെന്ന് ഇദ്ദേഹത്തോട് ആശ്രയിച്ചു. പക്ഷേ വിധവയെ ആദ്യം വന്നിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. കാര്യം അയാൾക്ക് ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ പേടിയില്ല. പിന്നെ വിധവ എന്ത് ചെയ്യുക? മടുത്തു പോകാതെ കണ്ടുകൊണ്ടിരിക്കുക. വിധവയ്ക്കറിയാം ഇയാൾ എന്ത് വെച്ചാൽ ഈ പ്രശ്നത്തിനകത്ത് പരിഹാരമുണ്ട്. വിധവ എന്ത് ചെയ്യുക? മടുത്തു പോകാതെ ഓരോ ദിവസവും ആരെടുത്ത് തരുമോ? ഇദ്ദേഹത്തിന്റെ അടുത്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉടനെ ഇദ്ദേഹം പറയുക, എനിക്ക് മനുഷ്യനെ പേടിയില്ല, ദൈവത്തെ പേടിയില്ല, പക്ഷേ ഇതെനിക്കൊരു ശല്യമായിരിക്കുമോ, അതുകൊണ്ട് ഈ പ്രശ്നം ഞാൻ പരിഹരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? അവൾ മടുത്തു പോവാതെ ആരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതേപോലാണ് ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മടുത്തു പോകരുത്. നമ്മുടെ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ, ഒരു ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ, ഒരു പ്രവചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ, ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യല്ലേ? മടുത്തു പോകരുത്. നമ്മളത് എന്ത് ചെയ്യും? 1 പ്രാർത്ഥിക്കും, 2 പ്രാർത്ഥിക്കും, 3 പ്രാർത്ഥിക്കും, 4 പ്രാർത്ഥിക്കും. കുറച്ച് പേര് പറയും, എന്ത് പറഞ്ഞാൽ കുറെ ആയല്ലോ. നമ്മൾ ഏതാണ്ട് ഏൽപ്പിച്ചു കൊടുത്ത പോലെ നമ്മൾ ചോദിക്കുന്നു. നമ്മൾ ഏതാണ്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനെ പഠിപ്പിക്കുന്ന പോലെ ചോദിക്കുന്നത്. ഇത് എന്തുവായി? സ്തോത്രം. കർത്താവ് താമസിപ്പിക്കുന്നതിന് നന്മയുണ്ട്, തിരിച്ചറിയും. തരാൻ പോകുന്ന നന്മയാണ്. എന്റെ യോഗ്യതകൾക്കും അപ്പുറത്തുള്ള നന്മയാണ് ആര് തരുന്നത്? ഞാൻ വിശ്വസിക്കുന്ന കർത്താവ്. ഇന്ന് പകരം വിശ്വസിക്കേ.
എന്റെ യോഗ്യതകൾക്കും അപ്പുറമായുള്ള നന്മ തരുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് നസറനായ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അടുത്ത വാക്യോട് വായിക്കപ്പെട്ടത് വായിച്ച് അത് മാറ്റിയിട്ട് നമുക്ക് പഴയ വിഷയത്തിലേക്ക് വരാം. അത് സ്തോത്രം. അത് ചിന്തിച്ചോണം. അദ്ദേഹം പറഞ്ഞു എന്തുവാ ആദ്യം എന്ന് പറഞ്ഞാൽ നീ മനുഷ്യനെ പേടിയില്ല, ദൈവത്തെ പേടിയില്ല. ലാസ്റ്റ് പറയുക ഇനി ഇവിടെ ചിലപ്പോൾ വയലന്റ് ആയിരിക്കും. സ്തോത്രം. ഇവന്റെ അപ്പോഴതിന്റെ അർത്ഥം എന്തുവാ? പേടിയില്ലാത്ത ഒരുത്തരും ഇല്ല. പേടി വരും. സ്തോത്രം. പേടി വരും. നമുക്കൊരാൾ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നെങ്കിൽ, നമുക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് ചെയ്യാതിരിക്കുന്നെങ്കിൽ നമ്മൾ മുട്ടിപ്പോട് പ്രാർത്ഥിച്ചാൽ ഒരു ദിവസം അവൻ എന്ത് ചെയ്യും? പേടി വരും. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്തിരുന്നു. സ്തോത്രം. അതിനകത്ത് എതിർത്ത് നിൽക്കുന്ന ഒരുത്തനെ കൊണ്ട് എനിക്ക് ശല്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ മീഡിയേറ്റർ ആയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം കൊടുത്തില്ലെങ്കിൽ ആരും കൊണ്ട് കൊടുക്കണം, ഞാൻ കൊടുത്തേ പറ്റും. ഞാൻ ഇയാളോട് തന്നെ ചോദിക്കുമ്പോൾ ഒന്നും ഇയാൾ തരുന്നില്ല. ഞാൻ കയറി ഇടപെട്ടും പോയി എനിക്ക് ഇതിനകത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടാൻ പറ്റില്ല. ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും തരും. മറ്റവരാണെങ്കിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇതിനകത്ത് ഒരു രക്ഷയില്ലാതെ ഞാൻ അവസാനം ചെയ്തു. അപ്പോഴേ എന്നോട് വേറെ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ഒരു കാര്യം, നീ അവരെ മുട്ടിച്ചെല്ലിയോ കൊടുത്തേ, പിന്നെ നീ എന്തിനായിരിക്കുന്നത്, നിങ്ങൾ അവരെ തമ്മിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. നീ അവരെ ഡയറക്റ്റ് മുട്ടിച്ചിട്ടല്ലേ, നീ അതിനകത്ത് ജസ്റ്റ് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. നീ എന്തിനാ? പക്ഷെ എനിക്കതല്ല, ഞാനല്ലേ അത് ഇടപെട്ടെ. എനിക്കത് ഭയങ്കര കുറ്റബോധമാണ്. ഞാൻ കുത്തിയിരുന്നാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം എന്റെ പെട്ടി കൂടെ മറ്റേ പുള്ളി പോകും. ഞങ്ങൾ ഭയങ്കര ഒന്നും അറിയാത്ത രീതിയിലാണ് പോകുന്നത്. ഞാൻ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ലാസ്റ്റ് എനിക്ക് ദൈവം തൊടുന്നില്ലേ കർത്താവേ, ഞാൻ ഇതിനകത്ത് അകപ്പെട്ടു പോയതല്ലേ കർത്താവേ, സഹായം ചെയ്തല്ലേ കർത്താവേ, ഇതെല്ലാം പ്രാർത്ഥിച്ചു. ഒരു ദിവസം വൈകിട്ടായപ്പം ഭാര്യയും ഭർത്താവോട് നേരെ വീട്ടിലോട്ട് വരും. ഞാൻ നോക്കുമ്പോൾ എന്തുവാ, പുള്ളിക്കാരൻ പണ്ട് പോകുന്നതിനായിട്ട് ഭയങ്കര ആഡംബരത്തോടെ പോകുന്നത്, വരുന്നത് പുതിയ വേറെ വണ്ടി എടുക്കുന്നു, ഭയങ്കര ആഡംബരത്തോടെ പോകുന്നു. ഞാൻ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ അപ്പോഴും എന്നെ മടുപ്പിക്കുക. കാര്യം എന്തോ, പുള്ളി പറഞ്ഞ് ഇല്ല തരുമെന്നല്ലേ പറഞ്ഞു. പുള്ളി പുതിയ വണ്ടി എടുക്കുന്നു. അപ്പൊ എല്ലാം ഇവിടുന്ന സമ്പത്ത്, വേറെ സമ്പത്ത് എന്തുവാ. അപ്പോൾ നമ്മളെ ഇങ്ങനെ മടുപ്പിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിനെ എനിക്ക് പണ്ടത്തെ ഒരു ലെവലായിരുന്നു ഞാൻ പോയി അത് ഒപ്പിച്ചേനെ. പക്ഷെ എനിക്കിപ്പോ അതാവാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് കർത്താവിന്റെ സാക്ഷ്യമാണ് എനിക്ക് വേണ്ടത്. ഇങ്ങനെ പാർച്ചുകൊണ്ടിരുന്ന് ഒരു ദിവസം പുള്ളിക്കാരൻ വൈഫുമായിട്ട് വീട്ടിലോട്ട് വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഫസ്റ്റ് ഞാനത് സെറ്റ് ചെയ്യാൻ വന്നു. ഞാൻ ദൈവത്തെ സൂചിച്ചു. ഉള്ളിനകത്ത് ഞാൻ ദൈവത്തെ സൂചിച്ചു. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടത്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 5 മിനിറ്റ് മുമ്പ് കാര്യം സെറ്റിലാക്കിയിട്ട് അപ്പോഴേ നീ പൊക്കോട്ട് പുള്ളി, ഇനി നമുക്ക് ഇടപെടണ്ടല്ലോ. പുള്ളി പിന്നെ ഒരു 10 മിനിറ്റ് അവിടെ പുള്ളി എന്നോട് പറയാ, ഞാൻ ചെയ്യുന്ന എല്ലാം തകർന്നു പോകും, ഞാൻ ചെയ്യുന്ന പരിപാടിയെല്ലാം എനിക്ക് ഫ്ലോപ്പായി പോകും, അതുപോലെ എനിക്ക് സമാധാനം കിട്ടും, എനിക്ക് സന്തോഷം കിട്ടില്ല. അപ്പൊ ഞാൻ ഇത് കൊണ്ട് തന്നേ പറ്റും. ഇത് തരാത്ത തടസ്സമാണ്. ഞാൻ ദൈവത്തെ സത്യം പറയുമെങ്കിൽ അവർ അറിയുമ്പോൾ ദൈവം ഈ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം എന്ത് ചെയ്യുമോ, നമ്മൾ നോക്കുമ്പോൾ ആണുങ്ങൾക്കോട് പോകും, ഇങ്ങനെ കുഴപ്പമില്ല. പക്ഷെ അകത്ത് മൊത്തം തകർന്നു. ആ ബാധ ദൈവം ഒഴിച്ചു. ഇന്ന് ഇതിനകത്ത് ഈ വചനം കേട്ടപ്പോൾ ഞാൻ ഓർത്തെ, സ്തോത്രം, മടുത്തുപോലെ പ്രാർത്ഥിക്കും. ഈ സ്ത്രീ പ്രാർത്ഥിക്കുക. ഇവൻ തന്നെ പറഞ്ഞു, എനിക്ക് മനുഷ്യനെ ദൈവത്തെ പേടിയില്ല, അധികാരമുള്ളവനാ. എന്നിട്ട് പറയാം, ലാസ്റ്റ് നീ ഇവള് വന്ന് എന്റെ ചെല്ലക്കയച്ച ഇവള് പ്രതികരിച്ചാലോ, അതിനു മുമ്പ് എന്ത് ചെയ്യണം, ഇതൊരു ശല്യമായി തീരും. പെട്ടെന്ന് അടുത്തത് അനീതിയുള്ള ന്യായപാലനം പോലും ഒരു വിധവ സ്ഥിരം ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ പേടിച്ചു. എങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മളുടെ ദൈവത്തോട് ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ എത്ര പെട്ടെന്ന് കർത്താവ് പറയുക, ലോക മനുഷ്യനായിട്ട് പോലും അവൻ പേടിച്ചെന്ത് ചെയ്യുമോ അവർ ചെയ്തു കൊടുത്തെങ്കിൽ. സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന് എത്ര സ്നേഹമാണ്. ദൈവം എത്ര പെട്ടെന്ന് ആർക്ക് നടത്തി തരും, നമുക്ക് ദൈവം നടത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണം. നമ്മൾ നേരത്തെ കേട്ട വചനത്തിനകത്ത് പറയുന്നത് പോലെ നീ വിധിപ്പാൻ പാടില്ല. നീ ഒരുവരെ വിധിക്കരുത്. നീ വിധിച്ചാൽ നീ വിധിക്കപ്പെടും. നീ വിധിച്ചില്ലെങ്കിൽ നീ വിധിക്കപ്പെടുന്നില്ല. സ്തോത്രം. അതുപോലെ നീ അളന്നു കൊടുക്കുന്ന അളവിനാൽ നിനക്ക് കിട്ടും. നിന്റെ പ്രവർത്തിക്കനുസരിച്ചായിരിക്കും ആര് തരുന്നത്? ദൈവം തരുന്നത്. ഞാൻ നേരത്തെ പറയുന്ന പോലെ വിശ്വസിക്കുന്ന ദൈവജനത്തിന്, യഥാർത്ഥമായി വിശ്വസിക്കുന്ന ദൈവജനത്തിന് ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും. ഓരോരുത്തരുടെ വിശ്വാസവും ഓരോ രീതിയും അതനുസരിച്ചായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്? പ്രതിഫലം കിട്ടുന്നത്. സ്വന്തം അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവല്ല, അവരുടെ വിശ്വാസം അനുസരിച്ചാണ്. പിന്നെ ദൈവം എന്തെങ്കിലും വിഷയത്തിനകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയ്ക്ക്. ഇപ്പം തന്നെ പറയുന്നു, അനീതിയുള്ള കാര്യവിചാരങ്ങളുടെ അടുത്ത് പോലും ആദ്യം ചെന്നപ്പോൾ വിധവയ്ക്ക് ചെയ്തു കൊടുത്തില്ല. വിധവ ശല്യമായി തീർന്നെന്ന് അറിഞ്ഞപ്പോഴാണ്, എനിക്ക് ഭാരമായി തീർന്നെന്നും കൂടെ ചെയ്തു കൊടുത്തു. പക്ഷെ ദൈവം പറയുക, ഇതേപോലെയുള്ള ദൈവമക്കളുമായിട്ട് ദൈവം സ്നേഹിക്കുന്ന ആരെയാ? ദൈവമക്കൾ നമ്മളെ സ്നേഹിക്കുന്ന. അപ്പോഴും നമ്മളെ വിഷയത്തിനകത്ത് ആര് ചെയ്യും? ദൈവം ചെയ്യും. ഇതേപോലൊന്നും അല്ല. അനീതിയുള്ള മനുഷ്യർ ഇത്രയും തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവം ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ കരുതുന്ന. അതുകൊണ്ടല്ലേ സ്വന്തം ജീവൻ പോലും ശരീരം പോലും തകർത്ത് ആരെ വീണ്ടെടുത്തത്? അവസാന തുള്ളി രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത്. എങ്കിൽ ആ ദൈവം നമ്മളെ നിശ്ചയമായി അപ്പോഴാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെങ്കിൽ ഈ അനീതിയുള്ളവൻ ചെയ്ത പോലല്ല, ദൈവം അതിനു മുമ്പേ ആരുടെ പ്രാർത്ഥന കേൾക്കും? നമ്മളെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് ഈ പ്രാർത്ഥന എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കേട്ടു പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് പറയുക, മടുത്തു പോകാതെ. ഒരു വിഷയത്തിന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല, നിനക്ക് മറുപടി ഇല്ലെന്ന് പറഞ്ഞ് മടുത്തു പോകാതെ നീ ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായി ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. സ്തോത്രം. അത് 7-ാം അധ്യായത്തിലേക്ക് വരാം. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരാം. അളന്നു കൊടുക്കുന്ന അളവിനാൽ കിട്ടും. നിന്റെ കണ്ണില് അമികല്ലെ സ്തോത്രം കോലിരിക്കെ നീ സഹോദരന്റെ കണ്ണിലെ കരട് നിൽക്കരുത് എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് പിന്നെ വരുക. എന്ത് പറയാ? വിധിക്കരുത്. ആദ്യം നിന്നെ തന്നെ നീ വിധിക്കും. ആദ്യം നിന്റെ കുറവിനെ ഏറ്റുപറ. നീ നിന്നെ തന്നെ ഒന്ന് കഴിയുക. എന്നാലേ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരടായിട്ട് നിനക്ക് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ എന്തുവാ? നിന്റെ വലിയ പാപം വെച്ചിട്ട് നീ സഹോദരന്റെ പാപത്തെ ആ സ്തോത്രം മുന്നിൽ വെച്ച് നീ പറയുന്നെങ്കിൽ നിന്റെ പാപം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കപ്പെടാതില്ല. അടുത്ത വാക്യം വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ഇന്ന് പകലോർത്തോ, ഈ സ്വഭാവത്തിലാണോ ഞാൻ നിൽക്കുന്നത്, ഞാനും എന്റെ കുടുംബവും നിൽക്കുന്നത്, എങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറത്തു വരാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ നിൽക്കുന്നവരാണോ? അല്ലെങ്കിൽ സ്തോത്രമാനല്ലേ സ്വന്തം കണ്ണിൽ വലിയ കോലി വെച്ചിട്ട് മറ്റവന്റെ ചെറിയ പ്രശ്നത്തെ വലുതാക്കി പറയുന്നവരാണോ? എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. ദൈവവൈദ്യരുടെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല. അടുത്തത് കപടഭക്തിക്കാരനാ. അവനെ വിളിക്കുന്ന പേരാ എന്തുവാ? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം നമ്മളെ തന്നെ കഴിയുക, നമ്മളെ ശുദ്ധീകരിക്കുക, നമ്മളെ ഭവനത്തെ ശുദ്ധീകരിക്കുക. എന്നിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം ആദ്യം നിന്ന് പ്രാപിക്കാൻ പറ്റൂ. നമ്മളെ പറ്റി അവരെന്തോ പറയട്ടെ, അവര് നമുക്കെതിരെ എന്തൊക്കെ നിൽക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. അതെല്ലാം ചോദിക്കേണ്ട ആരാ? ദൈവം പറയുക, നീ വിധിച്ചില്ലെങ്കിൽ നിന്നെ മറ്റൊരുത്തനെ വിധിപ്പിക്കാൻ ആര് സമ്മതിക്കത്തില്ല? ഇന്ന് പകലോർത്തു 2026 ആരംഭം. ഞാൻ അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാപിച്ചോനാ. ഞാൻ അബ്രഹാമിന്റെ സന്തതിയാ. എന്റെ ദൈവം എനിക്ക് പിതാക്കന്മാരായിട്ട് തന്നിരിക്കുന്ന അബ്രഹാമിനെ തന്നിട്ടുണ്ട്. അബ്രഹാമിന്റെ സന്തതിയെ ഞാൻ ദൈവസന്നിധി വന്നപ്പോ ദൈവവൈദ്യരായപ്പോൾ ഞാൻ ഇന്ന കുടുംബത്തിൽ ഇന്നാന്റെ മകനല്ല, അബ്രഹാമിന്റെ സന്തതിയാ. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. നീ എവിടെ പോയാലും ഒരു അനുഗ്രഹമാ. നീ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പകൽ പ്രിയ ദൈവവൈദ്യരെ നീ പൂർണ്ണമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ ഒരു ശാപമല്ല, നീ ഒരു അനുഗ്രഹമാ. നിന്നെ വിളിച്ചിരിക്കുന്നത് കർത്താവ്. ഇന്ന് നീ അത് വിശ്വസിക്കേണ്ടത്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക, നിശ്ചയമായി ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. 2026 ബാധ പിടിച്ചവരെ പോലെ ബന്ധിക്കപ്പെട്ട് കിടക്കത്തില്ല. ഞാൻ പുറത്തു വരും. എന്റെ ദൈവം എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും. എന്റെ ദൈവം നിശ്ചയമായി എന്നെ മാനിക്കും. എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹിക്കാനാ. എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിടുതൽ വരുവാൻ, അത്ഭുതം
ആരനുഗ്രഹിക്കുന്നത്? ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് അറിയുന്ന കർത്താവ്. നമ്മളെ പുറമേ നോക്കുന്നവനല്ല കർത്താവ്, നമ്മളെ അകമേ നോക്കുന്നവനാണ് കർത്താവ്. അപ്പൊ നമ്മുടെ അകത്ത് നോക്കിയിട്ട് നമ്മുടെ ചില വിഷയത്തിനകത്ത് കർത്താവ് പറയും താമസമുണ്ട്. താമസം എന്തിനു വേണ്ടിയാ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. കാര്യം എന്തുവാ? അത് തരുന്ന അനുഗ്രഹവും അപ്രകാരമാണ്, നന്മയും പ്രകാരമാണ്. ദൈവം ഇത്രയെല്ലാം വാഗ്ദത്തം കൊടുത്തിട്ട് അബ്രഹാം പിതാവ് 25 വർഷം കാത്തിരുന്നിട്ട് തലമുറ പുറത്തു പോകും, അല്ലയോ? നന്മ പുറത്തു വന്നത്. അപ്പോഴ് സ്തോത്രം, അതൊരു അസാധ്യമായ കാര്യമാണ്. എന്തുവാ? ഈ വാർദ്ധക്യത്തിനകത്ത് മറിയ സ്തോത്രം സാറ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുവാ? ഇത്രയും പ്രായത്തിൽ ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അസാധ്യമായ ഒന്നും ഇല്ല. മറിയോട് ദൈവത്തിന്റെ ദൂതം പറഞ്ഞിട്ടുവാ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിലനിൽക്കുക. നീ ഒരു സന്തതിയെ ജനിക്കും, നിന്റെ ഉദരത്തിൽ ഒരു സന്തതി ജനിക്കും. അതിനെ ഇമ്മാനുവേൽ എന്ന് പേരിടണം, യേശു എന്ന് പേരിടണം. അപ്പൊ മറിയ പറയുക, അയ്യോ ഞാൻ പുരുഷനെ അറിയാത്തോളാം, വിവാഹം കഴിഞ്ഞില്ല. എങ്ങനെ സംഭവിക്കും? ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ഇന്ന് പകൽ ഓർത്തു, നിനക്ക് അസാധ്യമായിട്ട് തോന്നുന്ന ചില വിഷയം വരും. കർത്താവേ ഞാൻ ചിന്തിച്ചായിട്ടൊന്നും നടക്കത്തില്ല. അപ്പോൾ മറിയ പറഞ്ഞതുപോലെ, മറിയോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതുപോലെ, ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതുപോലെ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ഇന്ന് പകൽ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്തൊരു വിടുതലുണ്ട്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതലുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ നിന്നെ തൊടാൻ പോവുക. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ കുടുംബത്തിനകത്ത് നടത്തിയാവാൻ പോവുക. ദൈവത്തിന്റെ ആലോചന നിന്റെ കുടുംബത്തിനകത്ത് നടത്തിയാവാൻ പോവുക. ചില രോഗ സൗഖ്യത്തിന്റെ കുടുംബത്തിനകത്ത് പകരാൻ പോവുക. ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് പകരാൻ പോവുക. ചില നന്മകൾ നിന്റെ കുടുംബത്തിനകത്ത് പകരാൻ പോവുക. ചില മാറ്റങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് പകരാൻ പോവുക. ദൈവം ഇന്ന് പകൽ നിനക്കായ ഒരു വാതിൽ തുറക്കാൻ പോവുക. ഇടുങ്ങിയ വാതിൽ കൂടെ കടക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിനക്ക് ഇടുക്കമുണ്ടെങ്കിൽ ഒരു വിശാലമായ വാതിലോട് ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ആ വാതിലേക്ക് നീ കടക്കാൻ പോവുക. ആ ദൂരിലേക്ക് നീ നിന്റെ കുടുംബം വരാൻ പോവുക. ആ അനുഗ്രഹത്തിലേക്ക് നിന്റെ കുടുംബത്തെ മാറ്റാൻ പോവുക. ഇന്ന് പ്രിയ ദൈവത്തിലെ നീ വിശ്വസിക്കുക, ആ ദൂത് ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് ഏൽപ്പിച്ചു. ആ ദൈവത്തിന്റെ മറുപടി ഇന്ന് പകൽ വെളിപ്പെടാട്ടെ, വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. ഇന്ന് രോഗിയായി വന്നവർക്ക് സൗഖ്യം, 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 അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവർക്ക് അത്ഭുതം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടട്ടെ. 2026 സമ്പത്ത് ഹോസ്പിറ്റലിൽ ചെലവാക്കാനുള്ളതല്ല, ഡോക്ടർമാർക്ക് കൊടുക്കാനുള്ളതല്ല, മരുന്ന് മേടിക്കാനുള്ളതല്ല, മറ്റനാവശ്യമായി പോകാനുള്ളതല്ല. അത് ദൈവം എനിക്ക് വല്ല തലമുറയ്ക്ക് അനുഭവിക്കാനോ, അതിന്റെ കുടുംബത്തിന് അനുഭവിക്കാനോ, അതിന്റെ സഭയ്ക്ക് അനുഭവിക്കാനോ ആ ദൈവത്തിന്റെ വാഗ്ദത്തമോടെ തുറക്കപ്പെടത്തില്ല. എല്ലാ ദൈവങ്ങൾക്കും എഴുന്നേൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ പകൽ അങ്ങോട്ട് ഏറ്റെടുത്തു. കർത്താവേ, എന്നെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ദൈവത്തിന്റെ മെറുക്കൽ നടക്കട്ടെ. കർത്താവേ, ഈ എന്നെ തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവേ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് പോലെ നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച്